പൊതുവെ ഫുഖഹാക്കൾ പലരും പറയാറുള്ളത്, അല്ലെങ്കിൽ ചില ഫുഖഹാക്കൾ പറഞ്ഞിട്ടുള്ളത്, ഒരു തവണ ഏറ്റവും ചുരുങ്ങിയതാണ് 3 അതിന്റെ പൂർണ്ണത. പക്ഷെ അല്ലാഹു അലം ഏറ്റവും ശരിയായ അഭിപ്രായം അതല്ല. ഏറ്റവും ശരിയായ അഭിപ്രായം ഒരു മുസ്ലിം ഇടയ്ക്ക് 1 തവണ വുളൂ ചെയ്യുക, ഇടയ്ക്ക് 2 തവണ വുളൂ ചെയ്യുക, ഇടയ്ക്ക് 3 തവണ വുളൂ ചെയ്യുക. അതായത് 3 തവണ കഴുകുക. 3 തവണ വുളൂ എന്ന് പറഞ്ഞാൽ 3 തവണ കഴുകുക. ഇങ്ങനെ വ്യത്യസ്തമായ രൂപങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. എന്തുകൊണ്ടാണ്? നിങ്ങൾക്കറിയാം, ചില ഇബാദത്തുകൾ ഒന്നിലധികം രൂപത്തിൽ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ നിസ്കാരത്തിൽ പറയുന്ന അല്ലാഹുമ്മ ബഅദ് ബൈനി വബൈന ഖതായ ദുആഉൽ ഇസ്തിഫ്താഹ് ഒന്നിലധികം രൂപത്തിൽ ആര് പഠിപ്പിച്ചിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിമിയ സ്വലാത്ത് ഒന്നിലധികം രൂപത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എന്താ പറയാറ്? ഒരിക്കൽ ഇത് ചെയ്യുക, ഒരിക്കൽ ഇന്നത് ചെയ്യുക, അങ്ങനെ മാറി മാറി ചെയ്യാമെന്ന് പറയാറുണ്ടല്ലേ? അങ്ങനെ മാറി മാറി ചെയ്യാമെന്ന് പറയും. അതിനെന്ത് പറയും അറബിയിൽ അല്ലെങ്കിൽ ശരീഅത്തിന്റെ ഭാഷയിൽ? തനവ്വുഉൽ ഇബാദാത്ത്. തനവ്വുഉൽ ഇബാദാത്ത്. ഒരു ഇബാദത്തിന് തന്നെ വ്യത്യസ്ത രൂപങ്ങൾ, ഒരു ഇബാദത്തിന് തന്നെ പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ട വ്യത്യസ്ത രൂപങ്ങൾ. അതിന്റെ ഗണത്തിലാണ് ഈ ഒരു കാര്യത്തെ പല ഉലമാക്കളും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن أصدق الحديث كتاب الله، وأحسن الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فإن كل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. الله سبحانه وتعالى നമ്മുടെ ഈ മജ്ലിസിനെ അവനെ കാണുന്ന ദിവസത്തിൽ സന്തോഷം നൽകുന്ന മജ്ലിസായി സ്വീകരിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളൂഇന്റെ രൂപമാണ് കഴിഞ്ഞ 2 ആഴ്ചകളിൽ നമ്മൾ പഠിച്ചത്. അവസാനമായി വായിൽ വെള്ളം കുപ്പിളിക്കുന്നതിനെയും അതുപോലെ തന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതിനെയും സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഈ കഴിഞ്ഞ കാര്യങ്ങളിൽ ചില മുറാജഅ ചെയ്യാം. അതിനുശേഷം ഇൻഷാ അല്ലാഹ് പുതിയ ദർസ് നമുക്ക് പറയാം. ആദ്യമായി നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? വുളൂഇന്റെ മഹത്വത്തെ സംബന്ധിച്ചാണ്. വുളൂഇന്റെ മഹത്വവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ആരാണ് പറയുക? ഒരൊറ്റ കാര്യം. ഈമാനിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വുളൂ എപ്പോഴും സൂക്ഷിക്കുക മുഅ്മിൻ മാത്രമാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, വുളൂ ഈ ഉമ്മത്തിന്റെ മാത്രം പ്രത്യേകതയാണോ? അല്ല. എന്താ തെളിവ്? വുളൂ ഈ ഉമ്മത്തിന്റെ മാത്രം പ്രത്യേകതയാണോ? അല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാറ സാറ വുളൂ ചെയ്തിട്ടുണ്ട്. ജുറൈജിന്റെ സംഭവത്തിൽ വുളൂ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയല്ല. ഈ ഉമ്മത്തിന്റെ പ്രത്യേകത എന്താണ്? വുളൂഇന്റെ അവയവങ്ങൾ പ്രകാശിക്കും. അത് ഈ ഉമ്മത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. അതല്ല എങ്കിൽ മുൻകഴിഞ്ഞ സമുദായങ്ങൾക്കും വുളൂ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് വുളൂഉമായി ബന്ധപ്പെട്ട ഏറ്റവും വിശാലമായ ഹദീസ് ഉദ്ധരിച്ചത് ഉസ്മാനാണ്. അദ്ദേഹത്തിന് എത്ര ഭാര്യമാരുണ്ട്? അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്ര മക്കളെ അവർ കല്യാണം കഴിച്ചിട്ടുണ്ട്? 2 ആൾക്കാരെ. ആദ്യം റുഖയ്യ റളിയല്ലാഹു അൻഹ, അവരുടെ വഫാത്തിന് ശേഷം ഉമ്മു കുൽസൂം. അതുപോലെ തന്നെ നമ്മൾ സൂചിപ്പിച്ച മറ്റൊരു കാര്യമാണ്, പ്രവാചകന്റെ പെൺമക്കളിൽ ഏറ്റവും മൂത്തതാരാണ്? സൈനബ് റളിയല്ലാഹു അൻഹ. പിന്നെ നമ്മൾ പറഞ്ഞ ഒരു മസ്അല, വുളൂഇൽ മറ്റൊരാളുടെ സഹായം തേടാമോ? തേടാം. എന്താണ് തെളിവ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ ഹദീസിൽ, നമ്മൾ വായിക്കുന്ന ഹദീസിൽ സഹായം തേടിയിട്ടുണ്ട്. അതിന് പുറമെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചിട്ടുണ്ട് 2 സഹാബികൾ. ആരൊക്കെയാണ്? അന്നും ആരോ അനസാണ് മറുപടി പറഞ്ഞത് കഴിഞ്ഞ ആഴ്ചയിൽ. ഉസാമ. അഹ്സൻത്, ബാറകല്ലാഹു ഫീക്. ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹും മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹും. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വുളൂ ചെയ്യാൻ ഒരാൾ സഹായിച്ചിട്ടുണ്ട്. ആരാണ്? അഹ്സൻത്, ബാറകല്ലാഹു ഫീക്. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, വുളൂഇന്റെ പ്രവാചകൻ ഒരു മുദ്ദ് വെള്ളമാണ് ഉപയോഗിക്കാറുള്ളത്. അധികവും, വേറെ ചിലതും വന്നിട്ടുണ്ട്, പക്ഷെ അധികവും ഒരു മുദ്ദ് വെള്ളമാണ് ഉപയോഗിക്കാറ്. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു മനുഷ്യന്റെ കയ്യിൽ കിട്ടുന്നത്. ഒരു മനുഷ്യന്റെ സാധാരണ നീളവും വലുപ്പമുള്ള ഒരു മനുഷ്യന്റെ കൈ നിറയെ എടുക്കുന്നതിനാണ് ഒരു മുദ്ദ് എന്ന് പറയുക. ഒരു സാ എത്രയാണ്? 4 മുദ്ദ്. 4 മുദ്ദാണ് ഒരു സാ. അങ്ങനെ 4 തവണ എടുക്കുന്നതിനാണ് ഒരു സാ എന്ന് പറയുക.
പിന്നെ നമ്മൾ പറഞ്ഞൊരു മസ്അല ബിസ്മി പറയുന്നതാണ്. വുളൂഇന്റെ തുടക്കത്തിൽ ബിസ്മി പറയുന്നതിനെ സംബന്ധിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞു രണ്ടഭിപ്രായങ്ങൾ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഒരു വിഭാഗം വാജിബാണെന്നും മറ്റൊരു വിഭാഗം സുന്നത്താണെന്നും. സുന്നത്താണെന്നുള്ളതാണ് അല്ലാഹു അലം ഏറ്റവും ശരിയായ അഭിപ്രായം. അത് നമ്മൾ സൂചിപ്പിച്ചു. അതിന്റെ കൂടെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ഒരു വ്യക്തി മനഃപൂർവ്വം ബിസ്മി വുളൂഇൽ ഒഴിവാക്കിയാൽ അയാൾ എന്ത് ചെയ്യണം? ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫത്വ പറഞ്ഞിരുന്നു. എന്താണത്? മനഃപൂർവ്വം ഒരു വ്യക്തി വുളൂഇൽ ബിസ്മി ഒഴിവാക്കി അയാൾ എന്ത് ചെയ്യണം? വുളൂഇ മാറ്റിയെടുക്കുന്നതാണ് നല്ലത്. വുളൂഇ മാറ്റിയെടുക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഒരു വ്യക്തി വുളൂഇ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഒരാൾ വുളൂഇ ചെയ്യാൻ ആരംഭിച്ചു, മുഖം കഴുകുമ്പോഴാണ് ബിസ്മി ചൊല്ലാത്ത കാര്യം ഓർമ്മ വന്നത്, അല്ലെങ്കിൽ അതിനുശേഷം തല തടവുമ്പോഴാണ് ഓർമ്മ വന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? അപ്പോൾ ചെല്ലണം. എപ്പോഴാണോ ഓർമ്മ വന്നത് അവിടെ വെച്ച് ചെല്ലണം. അതുപോലെ തന്നെ കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് സിവാക്കിനെ സംബന്ധിച്ച്. സിവാക്കിന്റെ വിധി എന്താണ്? സുന്നത്താണ്. തർക്കമുണ്ട് ആ വിഷയത്തിൽ? പ്രബലമായ തർക്കങ്ങളൊന്നുമില്ല. എന്തുകൊണ്ടാണ്? നബി എന്താ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം? ഈ ഉമ്മത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നെങ്കിൽ ഞാൻ വാജിബാക്കുമായിരുന്നു. അപ്പൊ ബുദ്ധിമുട്ട് ഭയന്നുകൊണ്ട് പ്രവാചകൻ വാജിബാക്കിയിട്ടില്ല. അപ്പോൾ ഈ ഉമ്മത്തിന് മിസ്വാക്ക് വാജിബല്ല. അതുപോലെ തന്നെ മിസ്വാക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ബറക്കല്ലാഹു ഫീക്കും, വുളൂഇൽ ഏത് സമയത്താണ് നമ്മൾ മിസ്വാക്ക് ഉപയോഗിക്കേണ്ടത്? വുളൂഇന്റെ മുമ്പ്, വുളൂ തുടങ്ങുന്നതിന് മുമ്പ്. എന്താണ് അതിന്റെ തെളിവ്? കാരണം വായ കുപ്പിളിക്കുമ്പോഴാണെന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീനൊക്കെ പറയുന്നത്. പിന്നെ അതല്ല, വുളൂഇന്റെ മുമ്പാണ് എന്ന് പറയാൻ എന്താണ് തെളിവ്? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തതായി അബൂ അബ്ദുറഹ്മാൻ അസ്സുലമി ഉദ്ധരിക്കുന്നു. രണ്ടാമത്തെ തെളിവ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വീട്ടിൽ ഒരു ദിവസം താമസിച്ചപ്പോൾ, മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ താമസിച്ചപ്പോൾ പ്രവാചകൻ ആദ്യം മിസ്വാക്ക് ചെയ്യുകയും പിന്നെ വുളൂ ചെയ്തതായും സഹീഹുൽ ബുഖാരിയിൽ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് പെട്ടെന്നൊരു മുറാജഅ എന്നുള്ള രൂപത്തിലാണ്. അതുപോലെ തന്നെ മിസ്വാക്ക് ഇല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിക്കാമോ? നമ്മൾ എന്താണ് പറഞ്ഞത്? ഉപയോഗിക്കാം. മിസ്വാക്ക് ഇല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിക്കൽ അനുവദനീയമാണ്. ഏറ്റവും അധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബ്രഷും ഇല്ലെങ്കിൽ കൈകൊണ്ട് ഉപയോഗിക്കാം. അത് നമ്മൾ പറഞ്ഞിരുന്നു. മുഹമ്മദ് ഇബ്രാഹിം ആലു ഷേഖിന്റെ ഫത്വ ആ വിഷയത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. പ്രവാചകൻ ഏറ്റവും അധികം എന്താ ഉപയോഗിച്ചത്? അറാഖാണ്. ഇടയ്ക്ക് ഉപയോഗിച്ചത് എന്താണ്? ഈന്തപ്പന തടിയുടെ കഷ്ണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അധികമായി ഉപയോഗിക്കാറുള്ളത് അറാഖാണ് എന്ന് ഇബ്നു മസ്ഊദിന്റെ ഹദീസ് ഇമാം അബൂ യഅല അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇനി ഒരു വ്യക്തിയുടെ കയ്യിൽ ബ്രഷും ഉണ്ട്, സിവാക്കും ഉണ്ട്, സാധാരണ അറാഖുണ്ട്. നമുക്കറിയാം ബ്രഷ് ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് കൂടുതൽ ശുദ്ധിയാവുക. അപ്പോൾ ഏതാ നല്ലത്? ബ്രഷാണോ അറാഖാണോ സിവാക്കാണോ? സിവാക്കാണ്. അഹ്സൻ, സിവാക്കാണ്. അതിന് ധാരാളം ഫലങ്ങൾ നമ്മൾ പറഞ്ഞല്ലേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്ന വായയെ ശുദ്ധീകരിക്കും, ആമാശയത്തെ ശുദ്ധീകരിക്കും, അതുപോലെ തന്നെ ഓർമ്മശക്തി അധികരിപ്പിക്കും, അതുപോലെ തന്നെ ഉറക്കിനെ, ഈ മടി കാരണം വരുന്ന ഉറക്കിനെ ഇല്ലാതാക്കും. ഇങ്ങനെ ധാരാളം ഫലങ്ങൾ. ഇന്ന് വൈദ്യശാസ്ത്രം അനുസരിച്ച് അമേരിക്കയിലും കൈറോയിലും നടന്ന, ഈജിപ്തിലും നടന്ന ചില പഠനങ്ങളിൽ, അവിടുത്തെ ചില യൂണിവേഴ്സിറ്റികളിൽ നടന്ന പഠനങ്ങളിൽ അവർ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന മിസ്വാക്കാണ് ടൂത്ത് ബ്രഷിനേക്കാളും എത്രയോ നല്ലത്. ഇന്ന് കാഫിര്യങ്ങൾ പോലും അത് അംഗീകരിക്കാൻ വേണ്ടി തുടങ്ങി. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന സുന്നത്താണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ബറക്കല്ലാഹു ഫീക്കും, വുളൂഇന്റെ സാഹചര്യത്തിൽ ഖിബ്ലക്ക് മുന്നിടുന്നതിന്റെ വിധി എന്താണ്? ഒന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. ഏത് രീതിയിലാണെങ്കിലും ചെയ്യാം. ഏതൊക്കെ ഉലമാക്കളാണ് വുളൂഇന്റെ സാഹചര്യത്തിൽ ഖിബ്ലക്ക് മുന്നിലുള്ള സുന്നത്താണെന്ന് പറഞ്ഞത്? രണ്ടാൾക്കാരുടെ പേര് നമ്മൾ പറഞ്ഞിരുന്നു. മുൻകാലഘട്ടത്തിൽ ജീവിച്ച രണ്ട് പണ്ഡിതന്മാർ, ഒന്ന് ഷാഫിഈ മദ്ഹബിലും മറ്റൊന്ന് ഹംബലി മദ്ഹബിലും. ഒന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം നവവി പറഞ്ഞു വുളൂഇൽ ഖിബ്ലക്ക് മുന്നിടുക എന്നുള്ളത് സുന്നത്താണ്. അതുപോലെ തന്നെ ഇബ്നുൽ മുഫ്ലിഹ് റഹിമഹുല്ലാഹി പറഞ്ഞു വുളൂഇൽ ഖിബ്ലക്ക് മുന്നിടുക എന്നുള്ളത് സുന്നത്താണ്. ഇവിടെ ഒരു കാര്യം കഴിഞ്ഞ തവണ ഞാൻ സൂചിപ്പിക്കാൻ മറന്നു. ചില സഹോദരങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കും, വ്യക്തമായ തെളിവ് വന്നിട്ടില്ല എങ്കിൽ ഈ ഉലമാക്കൾ എങ്ങനെയാണ് അത് സുന്നത്ത് എന്ന് പറഞ്ഞത്? ഇമാം നവവിയെ പോലെയുള്ള പണ്ഡിതർ, ഇബ്നു മുഫ്ലിഹിനെ പോലെയുള്ള അത്രയും അധികം അറിവുള്ളവർ എന്തുകൊണ്ടാണ് പറഞ്ഞത്? അവർ പറയുന്നത്, അവരുടെ വാദം അത് ശരിയല്ല, പക്ഷെ അവർ പറയുന്നത്, ഉലമാക്കളൊന്നും വെറുതെ പറയില്ല, അവരത് പറയാനുള്ള കാരണം ബറക്കല്ലാഹു ഫീക്കും, നിസ്കാരത്തിൽ ഖിബ്ലക്ക് മുന്നിടൽ എന്താണ്? നിർബന്ധമാണ്. അപ്പൊ നിസ്കാരത്തിന്റെ തുടക്കമായതുകൊണ്ട് തന്നെ അതിലും ഖിബ്ലക്ക് മുന്നിടണം, അതാണ് നല്ലത് എന്നാണ് അവർ പറയുന്നത്. ആ വാദം ശരിയല്ല, പക്ഷെ അവർക്കും അതിന് വാദമുണ്ട്. ഉലമാക്കളൊന്നും വെറുതെ പറയുകയില്ല. അതുപോലെ തന്നെ വുളൂഇന്റെ തുടക്കത്തിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? കൈ കഴുകലാണെന്ന് നമ്മൾ പറഞ്ഞു.
അത് സുന്നത്താണ്. കൈ കഴുകുക എന്നുള്ളത് സുന്നത്താണ്. കൈ കഴുകൽ വാജിബാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതെപ്പോഴാണ്? ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ, ഉറക്കിൽ നിന്ന് ഉണർന്ന ശേഷമാണ് ഒരു വ്യക്തി വുളൂ ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കൈ കഴുകുക എന്നുള്ളത് വാജിബായ കാര്യമാണ്. അതുപോലെ തന്നെ വുളൂഇന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വലത്തെ ഭാഗം മുന്തിക്കുക. ഏത് അവയവം കഴുകുമ്പോഴും ആദ്യം വലത്തെ ഭാഗം കഴുകുക, അതിനുശേഷം ഇടത്തെ ഭാഗം കഴുകുക. ഒരു വ്യക്തി നേരെ തിരിച്ചു ചെയ്തു, ആദ്യം ഇടത്തെ ഭാഗം ചെയ്തു, പിന്നെ വലത്തെ ഭാഗം ചെയ്തു, അങ്ങനെയാണെങ്കിൽ അവന്റെ വുളൂ സഹീഹാണോ? വുളൂ സഹീഹാണ്. പക്ഷേ സുന്നത്തിനെതിരായ പ്രവർത്തനമാണ് ചെയ്തിരിക്കുന്നത്. ആരാണ് ആ ഫത്വ നൽകിയത്? ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി. അതുപോലെ തന്നെ അവസാനമായി നമ്മൾ പറഞ്ഞിരിക്കുന്ന മസ്അല മദ്മളയും ഇസ്തിൻഷാഖും ഇസ്തിൻസാറുമാണ്. മദ്മള എന്ന് പറഞ്ഞാൽ വായിൽ വെള്ളം കുപ്പിളിക്കുക, ഇസ്തിൻഷാഖ് എന്ന് പറഞ്ഞാൽ മൂക്കിലേക്ക് വെള്ളം കയറ്റുക, ഇസ്തിൻസാർ എന്ന് പറഞ്ഞാൽ ചീറ്റിക്കളയുക. ഈ 3 കാര്യം നമ്മൾ പറഞ്ഞു. അതിൽ നമ്മൾ സൂചിപ്പിച്ചു പണ്ഡിതന്മാർക്കിടയിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പലതരത്തിലുള്ള അഭിപ്രായങ്ങളും പണ്ഡിതന്മാർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താ അതിൽ പറഞ്ഞത്? അത് ഒഴിവാക്കാതിരിക്കാൻ പരിശ്രമിക്കുക. അഥവാ നമ്മളിൽ നിന്ന് ഒഴിവായി പോയാൽ വുളൂ മാറ്റിയെടുക്കുക. വുളൂ മാറ്റിയെടുക്കുക. കാരണം അത് വാജിബാണെന്നുള്ളതിന്റെ തെളിവ് പറഞ്ഞ് നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വിചാരിച്ചാൽ ഇൻഷാ അല്ലാഹ് അതും സാധിക്കും. സുന്നത്താണെന്നതിന്റെ തെളിവ് പറഞ്ഞ് തൃപ്തിപ്പെടുത്താൻ പരിശ്രമിച്ചാൽ അതും സാധിക്കും. 2 രൂപത്തിലും വളരെ ശക്തമായ തെളിവുകൾ ആ വിഷയത്തിൽ കാണാൻ നമുക്ക് സാധിക്കുന്നതാണ്. മദ്മളയും ഇസ്തിൻഷാഖും സുന്നത്താണെങ്കിലും അതിലുള്ള ഒരു കാര്യം വാജിബാണെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിലുള്ള ഒരു കാര്യം സുന്നത്താണെന്ന് പണ്ഡിതന്മാർ ഏക അഭിപ്രായമാണ്. എന്താണത്? മൂക്കിലേക്ക് വെള്ളം വലിച്ചു കയറ്റൽ, അതുപോലെ തന്നെ വായിൽ വെള്ളം വെച്ച് നന്നായി കുപ്പിളിക്കൽ. ഇത് രണ്ടും സുന്നത്താണെന്നതിൽ തർക്കമില്ല. ഇത് രണ്ടും സുന്നത്താണെന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു, വബാലിഗ് ഫിൽ ഇസ്തിൻഷാഖി ഇല്ലാ അൻ തകൂന സായിമ. നോമ്പുകാരനാണെങ്കിൽ മൂക്കിലേക്ക് വെള്ളം വലിച്ചു കയറ്റരുത് എന്ന് ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വാജിബായിരുന്നുവെങ്കിൽ നോമ്പിനെ ഒഴിവാക്കാൻ വേണ്ടി പറയില്ലായിരുന്നു. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇസ്തിൻഷാഖും മദ്മളയും ഏത് കൈകൊണ്ടാ ചെയ്യേണ്ടത്? വലത്തെ കൈകൊണ്ടാണ് ചെയ്യേണ്ടത്. അതാണ് സുന്നത്ത്. വലത്തെ കൈകൊണ്ടാണ് ചെയ്യേണ്ടത്. ഇസ്തിൻസാർ ഏത് കൈകൊണ്ടാണ് ചെയ്യേണ്ടത്? ഇടത്തെ കൈകൊണ്ടാണ്. അതിനെന്താണ് തെളിവ്? ഒന്ന്, ശരീഅത്തിൽ മൊത്തത്തിലുള്ള ഖാഇദ, ഏതൊരു മേഖലയും ശുദ്ധീകരിക്കാൻ ശരീഅത്ത് മുൻഗണന നൽകുന്ന ഇടത്തേക്കാണ്. രണ്ടാമത്തേത് ആ വിഷയത്തിൽ നസ് വന്നിട്ടുണ്ട്. എന്താണ് നസ്? നമ്മൾ പറഞ്ഞിരുന്നു. അഹ്സൻത്, ബറകല്ലാഹു ഫീക്. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു വുളൂ ചെയ്തപ്പോൾ നസറ ബിയദിഹിൽ യുസ്റ എന്ന ഹദീസ് വന്നിട്ടുണ്ട്. ഷെയ്ഖ് മുഖബിൽ ആ ഹദീസ് സ്വീകാര്യമാണെന്ന് പറയുന്നു. അതായത് ഇടത്തെ കൈകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു മൂക്കിൽ നിന്ന് വെള്ളം ചീറ്റിയത് എന്ന് വ്യക്തമായി നസ് സുനനുൻ നസായിയിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷയം ശ്രദ്ധിക്കുക. നമ്മൾ മൂക്കിൽ നിന്ന് വെള്ളം ചീറ്റിക്കളയുമ്പോൾ പലരും വിട്ടുകളയുന്ന ഒരു സുന്നത്താണത്. മൂക്കിൽ നിന്ന് വെള്ളം ചീറ്റുമ്പോൾ ഇടത്തെ കൈകൊണ്ട് അത് ചീറ്റിക്കളയാൻ എപ്പോഴും പരിശ്രമിക്കുക. അതുപോലെ തന്നെ മദ്മളയുടെയും ഇസ്തിൻഷാഖിന്റെയും രൂപങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ ഏറ്റവും പ്രസിദ്ധമായ രൂപം എന്താണ്? നമ്മൾ പൊതുവെ ചെയ്യാറുള്ളത് പോലെ ഒരു കൈയിൽ വെള്ളമെടുത്ത് അത് വായിൽ കുപ്പിളിച്ച് ബാക്കി മൂക്കിലേക്ക് കയറ്റുക, അങ്ങനെ 3 തവണ ചെയ്യുക. അതാണ് ഒരു രൂപം. മറ്റൊരു രൂപം നമ്മൾ പറഞ്ഞ എന്താണ്? വെള്ളം എടുക്കുക, കുപ്പിളിക്കുക, തുപ്പിക്കളയുക, വീണ്ടും വെള്ളം എടുക്കുക, വായിൽ വെക്കുക, തുപ്പിക്കളയുക, അങ്ങനെ 3 തവണ ചെയ്യുക, പിന്നെ 3 തവണ മൂക്ക് ചെയ്യുക. മൊത്തത്തിൽ 6 തവണ വെള്ളമെടുക്കുന്നതിനെ സംബന്ധിച്ചു. ഈ കാര്യങ്ങളാണ് അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ദർസുകളിൽ നമ്മൾ പറഞ്ഞത്. കഴിഞ്ഞ 2 ദർസുകളിൽ ഏകദേശം 10-22ഓളം മസ്അലകൾ അൽഹംദുലില്ലാഹ് നമ്മൾ പറഞ്ഞു. ആ കാര്യങ്ങൾ പഠിക്കുക, ആ കാര്യങ്ങളുടെ തെളിവും നിങ്ങൾ പഠിക്കുക. അൽഹംദുലില്ലാഹ് പല സഹോദരങ്ങളും നല്ല രീതിയിൽ മറുപടി പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും നമുക്ക് നാഫിയായ ഇൽമ് അധികരിപ്പിച്ച് നൽകട്ടെ. ഈ ഇൽമൊക്കെ അള്ളാഹുവിന്റെ അരികിൽ ഇൻഷാ അള്ളാഹ് അവനെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനോട് അള്ളാഹുവിനോട് ഒരൊറ്റ കാര്യം മാത്രമാണ് അധികരിപ്പിക്കാൻ വേണ്ടി ദുആ ചെയ്തത്. അതെന്താണ്? ഇൽമാണ്. വഖുർ റബ്ബി സിദ്നി ഇൽമ. വേറെ ഒരു കാര്യവും അധികരിപ്പിച്ചു തരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടില്ല. അപ്പോൾ വുളൂഇന്റെ എവിടെ വരെ നമ്മൾ എത്തി? വായിൽ വെള്ളം കുപ്പിളിച്ച് തുപ്പിക്കളയുന്നത് വരെ നമ്മൾ എത്തി. അതിനു മുമ്പുള്ള ബിസ്മി നമ്മൾ പറഞ്ഞു, കൈ കഴുകുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു, അത് വാജിബാകുന്നതും സുന്നത്തുമാകുന്ന സാഹചര്യങ്ങൾ പറഞ്ഞു. അവസാനമായി നമ്മൾ പറഞ്ഞത് വായിൽ വെള്ളം കുപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റലും അത് ചീറ്റിക്കളയലും. അടുത്ത കാര്യം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസല്ലേ നമ്മൾ അവലംബമാക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ പറഞ്ഞു, ثم غسل وجهه ثلاثا. അതിനുശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുഖം 3 തവണ കഴുകി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുഖം 3 തവണ കഴുകി. സഹോദരങ്ങളെ, ബാറക്കല്ലാഹു ഫീക്കും, വുളൂഇൽ മുഖം കഴുകൽ വാജിബാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല.
വുളൂഇൽ മുഖം കഴുകൽ വാജിബാണെന്ന കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമില്ല. എന്താണ് അതിന്റെ തെളിവ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇദാ ഖുംതും ഇലസ്സലാ, നിങ്ങൾ നിസ്കാരത്തിന് വേണ്ടി തയ്യാറായാൽ ഫഗ്സിലൂ വുജൂഹക്കും, നിങ്ങൾ വുളൂ ചെയ്യുക. അതിന്റെ തുടക്കം എന്താണ്? നിങ്ങളുടെ മുഖം കഴുകുക എന്നാല് പറഞ്ഞു? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഏത് സൂറത്തിലാണ്? നമ്മളന്ന് പറഞ്ഞിരുന്നു, സൂറത്തുൽ മാഇദ. വുളൂഇനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന പരിശുദ്ധമായ ഖുർആനിലെ ആയത്ത് സൂറത്തുൽ മാഇദയിലെ 6-ാമത്തെ വചനമാണ്. അഹ്സൻതും, ആയത്ത് നമ്മൾ പഠിക്കുക, എളുപ്പമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും. അപ്പോൾ വുളൂഇന്റെ 1-ാമത്തെ നിർബന്ധമായ കാര്യമാണ് മുഖം കഴുകുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളൂ വിശേഷിപ്പിച്ച ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ സഹാബികളൊക്കെ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വുളൂഇൽ മുഖം കഴുകുക എന്നത് ഈ സഹാബികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ശരീഅത്തിൽ ഖുർആന്, സുന്നത്ത്, അത് കഴിഞ്ഞാൽ മറ്റൊരു തെളിവ് എന്താണ്? ഇജ്മാ ആണ്. ഇമാം തഹാവി, ഇമാം മാവർദി, ഇമാം ഇബ്നു ഹസ്ം, ഇമാം ഇബ്നു റുഷ്ദ് അൽ മാലിക്കി തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ വുളൂ ചെയ്യുന്ന വിഷയത്തിൽ, പണ്ഡിതന്മാർക്ക് മുഖം കഴുകുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല എന്ന് ഇജ്മാ ഉദ്ധരിക്കുന്നുണ്ട്. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഒന്നടങ്കം അവർ ഇജ്മാ ഉദ്ധരിക്കുന്നു, വുളൂഇൽ മുഖം കഴുകുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അപ്പൊ അതിന്റെ ഹുക്മ് മനസ്സിലായില്ലേ? നിർബന്ധമാണ്. നിർബന്ധം എന്ന് പറയുമ്പോൾ ഒരാളത് ഒഴിവാക്കിയാൽ അയാളുടെ വുളൂ ബാത്തിലാണ്. ഒരു വ്യക്തി മുഖം കഴുകുന്നത് ഒഴിവാക്കിയാൽ അയാളുടെ വുളൂ ബാത്തിലാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബറകല്ലാഹു ഫീക്കും, മുഖത്തിന്റെ പരിധി എന്താണ്? മുഖം കഴുകുക എന്ന് പറയുമ്പോൾ മുഖത്തിന്റെ പരിധി എന്താണ്? ഇവിടെ ഉലമാക്കൾ പറയുന്നു, മുഖത്തിന്റെ പരിധി മാ ബൈന മനാബിതി ശഅരി റഅസിൽ മുഅ്താദ്, ഒരു വ്യക്തിയുടെ തലയിൽ പൊതുവെ മുടി മുളക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം മുതൽ ഇലാ മുൻതഹ ദഖൻ, നമ്മൾ ഈ താടിയെല്ലില്ലേ, ഈ താടിയെല്ലിന്റെ അവസാനം വരെയാണ് വുളൂഇന്റെ മുഖത്തിന്റെ പരിധി. മുടി മുളക്കുന്ന, പൊതുവെ മുളക്കുന്ന സ്ഥലം. ചില ആൾക്കാർക്ക് കഷണ്ടി ആയിരിക്കും, ഇവിടെ മുടി ഉണ്ടാവുകയില്ല. അതല്ല കണക്കാക്കുക. കഷണ്ടിയുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മുകളിൽ മുതലേക്ക് കാണോ? വേണ്ട. മറിച്ച് മുടി പൊതുവെ ഒരു വ്യക്തിക്ക് എവിടുന്നാണോ മുളക്കാറ് അവിടുന്നാണ് കഴുകൽ വാജിബാവുക. അവിടെ മുതൽ എവിടെ വരെ? ഇല ദഖൻ, താടിയെല്ലില്ലേ, ഇവിടെ ഈ 2 ഭാഗത്തുള്ള താടിയെല്ല്, അതുപോലെ തന്നെ ഈ ഭാഗം, ഇതുവരെയാണ് കഴുകൽ വാജിബ്. ഇതുവരെയാണ് കഴുകൽ വാജിബ്. വീതിയിലോ മിനൽ ഉദുനി ഇലൽ ഉദുൻ, ഒരു ചെവി മുതൽ മറ്റൊരു ചെവി വരെ, ഒരു ചെവി മുതൽ മറ്റൊരു ചെവി വരെ. ഇമാം ഇബ്നു കസീർ, ഇമാം നവവി, അബൂ ഇദ്രീസ് അശ്ശാഫിഈ റഹിമഹുമുല്ലാഹ് തുടങ്ങിയ പണ്ഡിതന്മാർ ഈ കാര്യം വിശദീകരിക്കുന്നതായി നമുക്ക് കാണാം. അപ്പോൾ മുഖത്തിന്റെ പരിധി മനസ്സിലായില്ലേ? ഇനിയിപ്പോ ചില സഹോദരങ്ങൾക്ക് സംശയം ഉണ്ടാകും, ഖുർആനിൽ മുഖം കഴുകാൻ മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ, എവിടുന്നാ നമുക്ക് മനസ്സിലായത് ഈ മുടി മുളക്കുന്ന സ്ഥലം മുതൽ ഇവിടെ വരെയാണ്, ചെവി മുതൽ ചെവി വരെയാണെന്ന് എവിടെ നമുക്ക് മനസ്സിലായത്? ഒരു ഹദീസിലും അങ്ങനെ പ്രവാചകൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഒരു ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ അത് പറയുക? ദീനുള്ള ഒരു കാര്യമല്ലേ. അതിനുള്ള മറുപടി സഹോദരങ്ങളെ, ബറകല്ലാഹു ഫീക്കും, 1-ാമത്തെ കാര്യം, ശരീഅത്തിന്റെ ഖിതാബുകൾ, അല്ലാഹുവിന്റെയും റസൂലിന്റെയും സംസാരം, അത് വന്നിരിക്കുന്നത് ഏത് ഭാഷയിലാണ്? അറബി ഭാഷയിലാണ്. അല്ലാഹു എന്ത് പറഞ്ഞു? നിങ്ങൾ മുഖം കഴുകുക എന്ന് പറഞ്ഞു. അറബി ഭാഷയനുസരിച്ച് മുഖം എന്ന് പറഞ്ഞാൽ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറയുന്നു, മഅഖൂദുൻ മിനൽ മുവാജഹ, ഒരു വ്യക്തിയെ നമ്മൾ കണ്ടുമുട്ടുക എന്ന പദത്തിൽ നിന്നാണ് എന്ത് വന്നത്? മുഖം എന്ന് വന്നത്. ഒരു വ്യക്തിയെ സ്വാഭാവികമായി നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ഏത് ഭാഗമാണ് കാണുക? മുഖമാണ് കാണുക. അതിൽ നിന്നാണ് വജ്ഹ് എന്ന പ്രയോഗം അറബി ഭാഷയിൽ വന്നത്. അപ്പോൾ ഇതാണ് മുഖത്തിന്റെ പരിധി എന്ന് പറയാനുള്ള 1-ാമത്തെ തെളിവ് എന്താണ്? അറബി ഭാഷയാണ്. 2-ാമത്തേത് ഉമ്മത്തിന്റെ ഇജ്മാ ആണ്, പണ്ഡിതന്മാരുടേതല്ല, ഉമ്മത്തിന്റെ ഇജ്മാ ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽ ഇന്ന് വരെ എല്ലാവരും വുളൂ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കഴുകാറ്? മുഖം മൊത്തത്തിൽ കഴുകും. അതുകൊണ്ട് തന്നെ എല്ലാ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലും മുഖത്തിന്റെ പരിധി ഈ ഒരു രൂപത്തിലാണ് സംസാരിക്കാറുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഖത്തിന്റെ പരിധി നമ്മൾ ഈ പറഞ്ഞതുപോലെയാണ്. ഒരു വ്യക്തി മുഖം, ഇന്ന് പല ആൾക്കാരും എങ്ങനെ വുളൂ ചെയ്യാറ്? ഇങ്ങനെ കയ്യിൽ വെള്ളമെടുക്കും, ഒറ്റയടി ഇങ്ങനെ അടിക്കും, ഇവിടെ എത്തിയോ ഇല്ലയോ എന്ന് ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വുളൂ ബാത്തിലാണ്, വുളൂ ബാത്തിലാണ്. ഈ പറയപ്പെട്ട അവയവങ്ങൾ, ഈ പറയപ്പെട്ട ഭാഗങ്ങൾ മൊത്തമായിട്ടും നിർബന്ധമായും വെള്ളം എത്തണം. അതുപോലെ തന്നെ ഇന്ന് പല സഹോദരങ്ങളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്, നമ്മളിവിടെ കൃതാവ് എന്ന് പറയാറില്ലേ, നമ്മുടെ നാട്ടിലൊക്കെ കൃതാവ് എന്ന് പറയും. ഈ കൃതാവിന്റെയും ചെവിയുടെയും ഇടയിലുള്ള വെള്ളസ്ഥലം, ഇതും നിർബന്ധമായി നമ്മൾ കഴുകേണ്ട ഭാഗമാണ്. ചില സഹോദരങ്ങൾ പെട്ടെന്ന് കഴുകുമ്പോൾ
അത് ശ്രദ്ധിക്കാതെ പോകും. അത് മുഖത്തിന്റെ ഭാഗത്തിൽ പെട്ടതാണ്. അതും നിർബന്ധമായും നമ്മൾ കഴുകണം. അതും മുഖത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. നിർബന്ധമായും അത് കഴുകണം. അതൊരു വ്യക്തി ഒഴിവാക്കുകയാണെങ്കിൽ അവന്റെ മുഖം കഴുകൽ ശരിയാവുകയില്ല. മുഖം കഴുകുന്നത് ശരിയായിട്ടില്ലെങ്കിൽ വുളൂഉ ബാത്തിലാണ്. വുളൂഉ ബാത്തിലായാൽ സ്വാഭാവികമായും നിസ്കാരം സഹീഹാവുകയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഭാഗം കൃതാവിന്റെയും ചെവിയുടെയും ഇടയിലുള്ള ഈ വെള്ള ഭാഗം എന്താണ്? മുഖത്തിന്റെ പരിധിയിൽപ്പെട്ട സ്ഥലമാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ബാറക്കല്ലാഹു ഫീക്കും, മുഖവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് താടി. അൽഹംദുലില്ലാഹ് പല ആൾക്കാർക്കും അല്ലെങ്കിൽ ഏകദേശം എല്ലാവർക്കും താടിയുണ്ട്. താടി എന്നുള്ളത് മുഖത്തിന്റെ ഒരു ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷന്മാർക്ക് നൽകിയിരിക്കുന്ന ഒരു ഭംഗിയാണ്. സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ താടി പഠിക്കുന്ന ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ താടിയുടെ അഹ്കാമുകളൊക്കെ ധാരാളം ഹദീസിലും സുന്നത്തിലും നമുക്ക് കാണാം. താടിയുമായി ബന്ധപ്പെട്ട് അതിന്റെ വിധിവിലക്കുകൾ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം മനസ്സിലാക്കേണ്ടത്, ഫിഖ്ഹിൽ നിങ്ങൾ വായിക്കുമ്പോൾ രണ്ട് രൂപത്തിലുള്ള താടി കാണാൻ പറ്റും. ഒന്നാമത്തേത് അൽ-ലിഹ്യത്തുൽ കസീഫ, തിങ്ങുന്ന താടി, തിക്കുള്ള താടി. രണ്ടാമത്തേത് അൽ-ലിഹ്യത്തുൽ ഖഫീഫ, തിക്കില്ലാത്ത താടി. രണ്ടാമത്തേത് തിക്കില്ലാത്ത താടി. ഈ രണ്ട് രൂപങ്ങളാണ് ശരീഅത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക, അല്ലെങ്കിൽ ഫിഖ്ഹിന്റെ ചർച്ചകളിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് മുഖം കഴുകുമ്പോൾ താടിയെ നമ്മൾ സമീപിക്കേണ്ടത്, താടി എങ്ങനെ നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം അറിയുക, തിക്കുള്ള താടി എന്ന് പറഞ്ഞാൽ എന്താണ് ശരീഅത്തിൽ ഉദ്ദേശം. നമ്മളിങ്ങനെ ഒരു വ്യക്തിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് താടിയുണ്ട്. ആ വ്യക്തിക്ക് നമ്മുടെ താടിയുടെ അകത്തുള്ള തോല്, നമ്മുടെ ചർമ്മം, അത് കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് തിക്കില്ലാത്ത താടിയാണ്. നമ്മളൊരു വ്യക്തിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ വ്യക്തിക്ക് നമ്മുടെ താടിയുടെ അകത്തുള്ള തൊലി കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തിക്കില്ലാത്ത താടിയാണ്. ഇനി ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പിടിച്ചാലല്ല, ഇങ്ങനെ പിടിച്ചാൽ ഏകദേശം എല്ലാവരും തൊലി കാണും. സാധാരണ അവസ്ഥയിൽ നമ്മൾ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു വ്യക്തിയുടെ തൊലി നമ്മൾ കാണുന്നില്ല എങ്കിൽ അതെന്ത് താടിയാണ്? തിക്കുള്ള താടിയാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ തിക്ക് ഉണ്ടാവുക, തിക്കില്ലാതിരിക്കുക എന്ന് പറയുന്ന ചില ആൾക്കാർ ഇവിടെയാണ് മാനദണ്ഡാക്കുക, ഇവിടെയുള്ള താടി. അതല്ല, താടി തിക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് ശരിയായ അടിസ്ഥാന പരിഗണന എവിടെയാണ്? മുഖത്തുള്ള ഭാഗമാണ്. മുഖത്ത് ഒരു വ്യക്തിയുടെ താടി തിക്കുണ്ട് എന്ന് പറയണമെങ്കിൽ അയാളോട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ അയാളുടെ തൊലി കാണാൻ പാടില്ല. തൊലി കാണുന്നുണ്ടെങ്കിൽ അത് തിക്കില്ലാത്ത താടിയാണ്. അത് വേർതിരിച്ച് മനസ്സിലാക്കണം. കാരണം അതനുസരിച്ചാണ് ബാക്കിയുള്ള ഹുക്കുമുകൾ മാറുന്നത്. ഈ ഒരു വേർതിരിവാണ് ശൈഖ് ഇബ്നു ഉസൈമീനും ഇമാം ബഗവിയും ഒക്കെ പറയുന്നത്. അതായത് തൊലി കാണുന്നുണ്ടോ ഇല്ലയോ, അതാണ് വേർതിരിവ് എന്നാണ് ഇമാം ബഗവിയും ശൈഖ് ഇബ്നു ഉസൈമീനും ഒക്കെ പറയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തിക്കുള്ള താടിയും തിക്കില്ലാത്ത താടിയും മനസ്സിലായില്ലേ? ഒരു വ്യക്തിയുടെ താടി തിക്കില്ലാത്തതാണെങ്കിൽ ആ വ്യക്തി മുഖം കഴുകുന്ന സമയത്ത് അയാളുടെ തൊലിയിലേക്ക് വെള്ളം എത്തിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഒരു വ്യക്തിയുടെ താടി തിക്കില്ലാത്തതാണെങ്കിൽ, തൊലി കാണുന്നതാണെങ്കിൽ, വുളൂ ചെയ്യുന്ന സമയത്ത് ആ താടി കഴുകുന്നതിനോടൊപ്പം തന്നെ അയാളുടെ ആ ഭാഗത്തുള്ള തൊലിയിലേക്ക് വെള്ളം എത്തിക്കുക എന്നുള്ളത് നിർബന്ധമാണ്, വാജിബാണ്. നേരെ മറിച്ച് ഒരു വ്യക്തിയുടെ താടി തിക്കുള്ളതാണ്, അകത്ത് കാണുന്നില്ല, അങ്ങനെയാണെങ്കിൽ അതിന്റെ അകത്ത് തൊലിയിലേക്ക് വെള്ളം എത്തിക്കുക എന്നുള്ളത് വാജിബല്ല, മറിച്ച് മുസ്തഹബാണ്. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തേ വാജിബുള്ളൂ? ഇവിടെ പുറത്ത് കാണുന്ന ആ താടി മാത്രം കഴുകലേ വാജിബായിട്ടുള്ളൂ. മനസ്സിലായോ? ഇപ്പൊ തിക്കുള്ള താടിയാണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളിലെ തൊലിയിലേക്ക് വെള്ളം എത്തിക്കേണ്ട ആവശ്യമില്ല. തിക്കില്ലാത്ത താടിയാണെങ്കിൽ ആ വ്യക്തി വുളൂ ചെയ്യുമ്പോൾ നിർബന്ധമായും അതിന്റെ അകത്തേക്ക് നമ്മൾ വെള്ളം എത്തിക്കേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു ഹുക്മ് മനസ്സിലാക്കുക. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തിക്കുള്ള താടിയും തിക്കില്ലാത്ത താടിയും മനസ്സിലാക്കാനുള്ളത് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാകുന്നതാണ്. നമുക്കൊരു വ്യക്തിയെ മുമ്പിൽ കണ്ട് നോക്കുമ്പോൾ അയാളുടെ താടിയുടെ അകത്ത് കാണുന്നുണ്ടെങ്കിൽ അത് തിക്കില്ലാത്ത താടിയാണ്. അതല്ലാതെ ചില ആൾക്കാർ ഇങ്ങനെ പിടിച്ചു നോക്കേണ്ട ആവശ്യമില്ല. പിടിച്ചു നോക്കിയാൽ എല്ലാവരുടെയും തൊലി കാണുന്നതാണ്. എന്താണ് തിക്കുള്ള താടിയാണെങ്കിൽ അകത്തേക്ക് വെള്ളം എത്തിക്കണ്ട എന്ന് പറയാനുള്ള പണ്ഡിതന്മാരുടെ തെളിവ്, അല്ലെങ്കിൽ വെള്ളം എത്തിക്കൽ വാജിബല്ല എന്ന് പറയാനുള്ള പണ്ഡിതന്മാരുടെ തെളിവ് എന്താണ്? ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടി തിക്കുള്ളതാണ്. നമ്മുടെ പ്രവാചകന്റെ താടി എങ്ങനെയുള്ളതാണ്? തിക്കുള്ളതാണ്. മനസ്സിലായില്ലേ? പ്രവാചകന്റെ രൂപം നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് നല്ലതാണ്. പ്രവാചകന്റെ താടി എങ്ങനെയുള്ളതാണ്? തിക്കുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഉള്ളിൽ തൊലി കാണാത്ത രൂപത്തിലുള്ള താടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്, ഒരു തവണ മാത്രം പ്രവാചകൻ മുഖം കഴുകിയെന്ന്. വുളൂഇൽ 3 തവണ കഴുകുന്നതിന് പകരം ഒരു തവണ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം കഴുകിയതായി അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ സ്വഹീഹുൽ ബുഖാരിയിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഉലമാക്കൾ തെളിവാക്കുന്നു,
ഒരു തവണ കേവലം ഒന്ന് മുഖം കഴുകിയാൽ നല്ല തിക്കുള്ള താടിയാണെങ്കിൽ ഒരു കാരണവശാലും അകത്തേക്ക് വെള്ളം എത്തുകയില്ല. ഒരൊറ്റ തവണ കയ്യിൽ വെള്ളമെടുത്ത് മുഖം കഴുകുകയാണെങ്കിൽ നല്ല തിക്കുള്ള താടിയാണെങ്കിൽ അകത്തേക്ക് വെള്ളം കയറുകയില്ല. അതാണ് പണ്ഡിതന്മാർ പ്രധാനമായും ഈ ഒരു വിഷയത്തിന് തെളിവ് പറയുന്നത്. അപ്പൊ ആ ഒരു മസല മനസ്സിലാക്കുക. തിക്കുള്ള താടിയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, തിക്കില്ലാത്ത താടിയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ തിക്കില്ലാത്ത താടിയാണെങ്കിൽ അകത്ത് വെള്ളം എത്തിക്കൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ വുളൂ ബാത്തിലാകും. തിക്കുള്ള താടിയാണെങ്കിൽ അകത്ത് വെള്ളം എത്തിയിട്ടില്ലെങ്കിലും വുളൂ സഹീഹാവും. അവിടെ പുറത്ത് കാണുന്ന ഭാഗമാണ് കഴുകേണ്ടത്. മനസ്സിലായില്ലേ? ഒരു ദിവസം ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫിളഹുള്ളയോട് ഞാൻ നേരിട്ട് ചോദിച്ചിരുന്നു, നമ്മള് താടി എങ്ങനെയാണ് കഴുകേണ്ടത്. ഷെയ്ഖ് പറഞ്ഞു, തിക്കുള്ള താടിയാണെങ്കിൽ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ കാണുന്ന ഈ ഭാഗങ്ങളില്ലേ, അതാണ് കഴുകൽ വാജിബുള്ളൂ എന്ന് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുള്ള പറഞ്ഞു. ഇനി നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. തിക്കുള്ള താടിയാണെങ്കിൽ അതിന്റെ അകത്തേക്ക് വെള്ളം എത്തിക്കൽ എന്താണ്? സുന്നത്താണ്. എന്താണ് അതിന്റെ തെളിവ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഖല്ലിലു ലിഹ്യതഹു ഫിൽ വുളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ താടി തിക്കിക്കൊണ്ട് അകത്തേക്ക് വെള്ളം പ്രവേശിപ്പിക്കാറുണ്ട് എന്ന് ആര് പറയുന്നു? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. ഇമാം സഹാവിയും ഇബ്നുൽ മുലഖ്ഖിനും ഷെയ്ഖ് അൽബാനിയും ആ ഹദീസ് സ്വീകാര്യമാണെന്ന് വിധി നൽകിയിട്ടുണ്ട്. ഇമാം സഹാവിയും ഇബ്നുൽ മുലഖ്ഖിനും ഷെയ്ഖ് അൽബാനിയും ആ ഹദീസ് സ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പൊതുവെ ദർസിൽ ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരുടെ പേര് പറയുന്നതിന് ഒരു ഉദ്ദേശം, ഇന്ന് പല ആൾക്കാർക്കും അഹ്ലുസുന്നയുടെ പണ്ഡിതൻ എന്ന് ചോദിച്ചാൽ ആരെ അറിയാം? അൽബാനി, ഇബ്നു ഉസൈമിൻ, ഇബ്നു ബാസ്, അങ്ങനെ ചുരുങ്ങിയ ഇന്ന് സമീപകാലം ജീവിച്ചവർ. ഇവരെക്കാളും എത്രയോ ഇൽമിൽ മുമ്പന്തിയുള്ള ആൾക്കാരാണ് മുൻഗാമികൾ. അതെല്ലാവരും അംഗീകരിക്കുന്നതാണ്. അപ്പൊ അവരുടെ പേര് നമ്മൾ മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ചില മുൻഗാമികളായ പണ്ഡിതരുടെയും പേര് പറയുന്നത്. അപ്പോൾ തിക്കുള്ള താടിയാണെങ്കിലും അകത്തേക്ക് വെള്ളം കയറ്റുക എന്താണ്? സുന്നത്താണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഹസ്സാൻ ഇബ്നു ബിലാൽ റഹിമഹുല്ലാഹ് പറയുന്നു, റഅയ്തു അമ്മാർ ഇബ്നു യാസിർ തവല്ലഅ വഖല്ലല ലിഹ്യതഹു. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു വുളൂ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ താടിയുടെ അകത്തേക്ക് വെള്ളം പ്രവേശിപ്പിക്കുന്നതായി ഞാൻ കണ്ടു. ഫഖീല ലഹു, ആ സമയത്ത് അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, അതുഖല്ലിലു ലിഹ്യതക്, ഇങ്ങനെ താടിയുടെ അകത്ത് വെള്ളം എത്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഖാല, അദ്ദേഹം പറഞ്ഞു, ലഖദ് റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഖല്ലിലു ലിഹ്യതഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ താടി തിക്കിക്കൊണ്ട് അകത്തേക്ക് കഴുകുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് എന്നായി പറഞ്ഞു. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. അതുകൊണ്ട് ഈ ഒരു സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് താടിയുള്ളവർ, അവർ ഈ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഈ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. തിക്കുള്ള താടിയാണെങ്കിലും അകത്തേക്ക് വെള്ളം കയറ്റി അത് കഴുകാൻ വേണ്ടി പരിശ്രമിക്കുക. അങ്ങനെ ചെയ്യുന്ന സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വകാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഖല്ലിലു ലിഹ്യതഹു അഹ്യാനൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിക്കുള്ള താടി ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് അകത്തേക്ക് വെള്ളം പ്രവേശിപ്പിക്കാറ്. വലം യകുൻ യുവാദിബു അലാ ദാലിക്, സ്ഥിരമായിട്ട് വുളൂ ചെയ്യുമ്പോൾ അകത്തേക്ക് വെള്ളം പ്രവേശിപ്പിക്കുന്ന ഒരു പതിവായിരിക്കില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അത് ചെയ്യൽ നല്ല കാര്യമാണ്, പക്ഷേ പതിവാക്കരുത്. നമുക്ക് തിക്കുള്ള താടിയാണെങ്കിൽ പതിവാക്കരുത്. കാരണം രണ്ട് രൂപത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുണ്ട്. ആ രണ്ട് കാര്യവും നമ്മൾ പ്രവാചകനെ പിൻപറ്റുക. ആ രണ്ട് കാര്യത്തിലും നമ്മൾ പ്രവാചകനെ പിൻപറ്റുക. ഇബ്നുൽ ഖയ്യിമിന്റെ ഈ സംസാരം അദ്ദേഹത്തിന്റെ സാദുൽ മആദിലാണ്. പ്രവാചകൻ അത് പതിവാക്കാറില്ലായിരുന്നു. ഇനി മുഖം കഴുകുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ നമ്മളിൽ പല ആൾക്കാരും ചെയ്യാത്ത കാര്യമായിരിക്കാം. നമ്മുടെ നാട്ടിൽ ഷാഫിഈ മദ്ഹബിലും ഹനഫി മദ്ഹബിലും ചില ആൾക്കാർ അത് പറയാറുണ്ട്. അതുകൊണ്ട് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. വുളൂഇൽ മുഖം കഴുകുമ്പോൾ കണ്ണിന്റെ അകത്ത് തടവേണ്ട ആവശ്യമുണ്ടോ? വുളൂഇൽ മുഖം കഴുകുമ്പോൾ കണ്ണിന്റെ അകംഭാഗം തടവേണ്ട ആവശ്യമുണ്ടോ? ഷാഫിഈ മദ്ഹബിലെ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ ഏതൊരു ഇമാമിലേക്കാണോ ആ മദ്ഹബ് ചേർത്തപ്പെടുന്നത്, അദ്ദേഹം പറയുന്നു, ലൈസ അലർ റജുലി അൻ യഗ്സില ഐനൈഹി വലാ അൻ യളഹ ഫീഹിമ. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കണ്ണിൽ വെള്ളമാക്കുകയോ കണ്ണിൽ കഴുകുകയോ ചെയ്യേണ്ടതില്ല എന്ന് ഇമാം ഷാഫിഈ പറയുന്നതായി അദ്ദേഹത്തിന്റെ അൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം. അദ്ദേഹത്തിന്റെ അൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം അത് പറയുന്നുണ്ട്. മാത്രമല്ല ഇബ്നു ഖുദാമത്തുൽ മഖ്ദിസി റഹിമഹുല്ലാഹ്
മുൻഗാമികളായ ഒരു വ്യക്തിയെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, അദ്ദേഹം കണ്ണിൽ വെള്ളം കൊണ്ട് തടവുന്ന കാരണത്താൽ അദ്ദേഹത്തിന്റെ കാഴ്ച പിൽക്കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരു കാരണവശാലും അങ്ങനെ ചെയ്യേണ്ടതില്ല. ഒരുപക്ഷെ നിങ്ങൾ ആരോടെങ്കിലും അത് പറഞ്ഞാൽ അവർ നിങ്ങളോട് പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഇദാ തവല്ലഅ്തും ഫഅശ്രിബുൽ മാഅ അഅ്യുനകും, നിങ്ങൾ വുളൂ ചെയ്താൽ നിങ്ങളുടെ കണ്ണിനെ വെള്ളം കുടിപ്പിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് അതിന് മറുപടി? ആ ഹദീസ് വന്നിരിക്കുന്നത് ബുഖ്തരി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വഴിയിലൂടെയാണ്. അദ്ദേഹം വളരെ ലഈഫായ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഹദീസ് ദുർബലമാണ്. കണ്ണിൽ വെള്ളം പ്രവേശിപ്പിക്കുക എന്ന് പറയുന്ന ഹദീസ് ദുർബലമാണ്. പക്ഷെ മുഖം കഴുകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, മഅഖ് നമ്മൾ കഴുകണം. എന്താണ് മഅഖ് എന്ന് പറഞ്ഞാൽ? ഇന്ന് പല ആൾക്കാരും പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. ഇവിടെ നമ്മുടെ കണ്ണുനീര് വരുന്ന ഒരു ഭാഗമില്ലേ, അതിനാണ് അറബിയിൽ മഅഖ് എന്ന് പറയുക. മീം ഹംസ ഖാഫ്, മഅഖ്. അത് കഴുകണം. കാരണം പെട്ടെന്ന് ഒരുപക്ഷെ നമ്മൾ കഴുകി ഒഴിവാക്കുമ്പോൾ ആ ഒരു ഭാഗം കുഴിഞ്ഞിരിക്കുന്ന കാരണത്താൽ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ കഴുകാൻ വേണ്ടി പരിശ്രമിക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ച ഒരു മേഖലയാണ്. അപ്പം മുഖം കഴുകുന്ന മനസ്സിലായില്ലേ? അതിന്റെ വിധിയെ പറഞ്ഞു, അതിന്റെ പരിധികൾ നമ്മൾ പറഞ്ഞു, ഇതൊക്കെ മനസ്സിലായി. ഇനി നമ്മൾ പൊതുവെ മുഖം കഴുകുമ്പോൾ രണ്ട് കൈയും ഉപയോഗിച്ചുകൊണ്ടാണല്ലേ കഴുകാറ്? രണ്ട് കൈയും ഉപയോഗിച്ചാണ് മുഖം കഴുകാറ്. ഒരു കൈ കൊണ്ട് മുഖം കഴുകാൻ പറ്റുമോ? ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹയോട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കൈ കൊണ്ടാണെങ്കിലും കഴുകാം, അത് പ്രശ്നമല്ല. ഒരു വ്യക്തി ഒരു കൈയിൽ വെള്ളം എടുത്തുകൊണ്ട് കഴുകുന്നതിൽ തെറ്റില്ല. പക്ഷേ മുഖത്തിൽ നിർബന്ധമായും എല്ലാ ഭാഗത്തും വെള്ളം എത്തണം. ഹാഫിള് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഈ മസ്അല സംസാരിക്കുമ്പോൾ അത് വെള്ളം എത്തുമെങ്കിൽ, എല്ലാ ഭാഗത്തും എത്തുമെങ്കിൽ ഒരു കൈയിൽ ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന സൂചന ഹാഫിള് ഇബ്നു ഹജറിന്റെ സംസാരത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് മുഖം കഴുകുന്നതുമായി ബന്ധപ്പെട്ട ചില മസ്അലകൾ. ഇനി വുളൂഉമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്നാമത്തേത്, വുളൂഇനിടയിൽ സംസാരിക്കാമോ? പൊതുവെ ഫുഖഹാക്കളുടെ കിതാബുകൾ നിങ്ങൾ നോക്കിയാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് മക്റൂഹാണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു നല്ലതിന് വിപരീതമാണ്, നല്ലതല്ല. വുളൂ എടുക്കുമ്പോൾ സംസാരിക്കുക എന്നുള്ളത് നല്ലതല്ല. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു ആവശ്യമാണെങ്കിൽ സംസാരിക്കാം, ആവശ്യമില്ലാതെ സംസാരിക്കാൻ പാടില്ല എന്ന് ഇമാം നവവി പറഞ്ഞു. എന്താണ് ഈ വിഷയത്തിൽ അഹ്ലുസുന്നയുടെ നിലപാട്? ഇവരൊക്കെ അഹ്ലുസുന്നയിൽപ്പെട്ടവരാണ്. ഞാൻ ഉദ്ദേശിച്ചത് സമീപകാലം ജീവിച്ച പണ്ഡിതന്മാരുടെ നിലപാട് എന്താണ്? അവരാണല്ലോ മുൻഗാമികളുടെ വാക്കുകളൊക്കെ മൊത്തത്തിൽ മനസ്സിലാക്കിയവർ റഹിമഹുമുല്ലാഹ്. ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഈ മസ്അല ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, സംസാരിക്കൽ കറാഹത്തല്ല, വുളൂഇൽ സംസാരിക്കൽ കറാഹത്തല്ല, പക്ഷേ വുളൂഇൽ ശ്രദ്ധ കുറഞ്ഞു പോകും സംസാരിച്ചാൽ. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പറയുകയാണ്, നമ്മൾ ഇന്ന് പല ആൾക്കാരും വളരെ നിസ്സാരമായി കാണുന്ന പല മസ്അലകളും ഉലമാക്കൾ എങ്ങനെയാണ് സമീപിച്ചത് എന്ന് നോക്കണം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പറയുകയാണ്, നമ്മൾ ചില ആൾക്കാരോട് ഇത് പറഞ്ഞാൽ പെട്ടെന്ന് എന്തായിരിക്കും പറയാ? അങ്ങനെ ഹദീസ് ഉണ്ടോ, ആയത്തുണ്ടോ? ഷെയ്ഖ് എന്താ പറഞ്ഞത്? അവർ പെട്ടെന്ന് ആ ഒരു വുളൂ എന്നുള്ള ഇബാദത്തിന്റെ വശങ്ങളിലേക്ക്, അള്ളാഹുമായിട്ട് സാമീപ്യം ഉണ്ടാക്കുന്ന കാര്യത്തിലേക്കാണ് അവർ ചിന്തിച്ചത്. ആ ഒരു ചിന്ത വരുമ്പോൾ ഷെയ്ഖ് പറഞ്ഞത് ശരിയാണ്. ഷെയ്ഖ് എന്താ പറഞ്ഞത്? വുളൂഇൽ ശ്രദ്ധിക്കാൻ ഒരു പക്ഷേ സാധിക്കുകയില്ല വുളൂഇൽ സംസാരിക്കുകയാണെങ്കിൽ. എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞു, ഒരു ഇബാദത്താണ് ചെയ്യുന്നത് എന്നൊരു ബോധം ഒരു പക്ഷേ അധികമായി വുളൂഇൽ സംസാരിക്കുകയാണെങ്കിൽ പോകും. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, നമ്മൾ മുഖം കഴുകുമ്പോൾ നമ്മുടെ പാപങ്ങൾ അള്ളാഹു മാഫാക്കി തരും, അല്ലെ? അതുപോലെ തന്നെ വുളൂഇന് വലിയ ശ്രേഷ്ഠതയുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിൽ ഇസ്തിഹ്റാർ ചെയ്യണം. ഒരു വ്യക്തി മുഖം കഴുകുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു ചിന്തയും മനസ്സിൽ വെച്ചിട്ടില്ല എങ്കിൽ, കൈ കഴുകുന്ന സമയത്ത് പ്രത്യേകിച്ച് അയാളുടെ മനസ്സിൽ ഒരു ചിന്തയുമില്ല, അയാളുടെ പാപം മാപ്പാക്കോ? ഇല്ല. മറിച്ച് അവിടെ നിയ്യത്ത് നിർബന്ധമാണ്. അപ്പൊ സംസാരിക്കുകയാണെങ്കിൽ ആ നിയ്യത്ത് വെക്കാൻ അയാൾക്ക് ഒരു പക്ഷേ സാധ്യമല്ല. അതുകൊണ്ട് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പറയുന്ന വാക്ക് വൽ ഔല, ഏറ്റവും നല്ലത്, ഏറ്റവും ഉചിതം, അല്ലാ യതകല്ലമ, സംസാരിക്കാതിരിക്കലാണ്, ഹത്താ യൻതഹിയ മിനൽ വുളൂ, വുളൂ അവസാനിക്കുന്നതുവരെ. ലാകിൻ, പക്ഷേ ലൗ തകല്ലമ ഫലാ ശൈഅ അലൈഹി, ഒരു വ്യക്തി സംസാരിച്ചാൽ അയാൾ ചെയ്തിരിക്കുന്നത് കറാഹത്താണെന്നോ ഹറാമാണെന്നോ ഒന്നും നമ്മൾ പറയേണ്ട. പക്ഷേ സംസാരിക്കാതിരിക്കലാണ് ഏറ്റവും ഉചിതം എന്ന് ആര് പറഞ്ഞു? ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, വുളൂഇന്റെ സമയം സംസാരം ഉപേക്ഷിച്ച് വുളൂഇനെ ചിന്തിച്ചുകൊണ്ട് വുളൂ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക. അഥവാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സംസാരിക്കുന്നതിൽ തെറ്റില്ല. ഷെയ്ഖ് സുലൈമാൻ അർ റുഹൈലി ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തോട് ഈ വിഷയം ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം അതിന് മറുപടി നൽകിയിരിക്കുന്നത്, ആവശ്യമില്ലാതെ സംസാരിക്കുക എന്നുള്ളത് ഖിലാഫുൽ ഔലയാണ്, നല്ലതിന് വിപരീതമാണ്.
നല്ലതിന് വിപരീതമാണ്. അസ്ലിഹ് ഹലാലാണ്, അനുവദനീയമാണ്. പക്ഷേ ഏറ്റവും നല്ലത് സംസാരിക്കാതിരിക്കലാണ് എന്ന് ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈലിയും പറയുന്നതായി നിങ്ങൾക്ക് കാണാം. മടക്കാം, സംസാരിക്കാം, പ്രശ്നമില്ല. സലാം പറഞ്ഞാൽ മടക്കാം. അടുത്തൊരു കാര്യം, ബറക്കല്ലാഹു ഫീക്കും, മുഖം കഴുകുന്നത് നമ്മൾ പറഞ്ഞു 3 തവണയാണ് കഴുകേണ്ടത്. മുഖം കഴുകൽ 3 തവണയാണ് കഴുകേണ്ടത് എന്ന് പറഞ്ഞു. പൊതുവെ വുളൂഇന്റെ അവയവങ്ങൾ എത്ര തവണയാണ് നമ്മൾ കഴുകേണ്ടത്? തല നിങ്ങൾ മാറ്റിവെക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ. തല നിങ്ങൾ മാറ്റിവെക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ, കൈ കഴുകുന്നതും അതുപോലെ തന്നെ അതിനുശേഷം മുഖം കഴുകുന്നതും കൈ മുട്ടോടുകൂടി കഴുകുന്നതും, ഇതൊക്കെ എത്ര തവണയാണ് നമ്മൾ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 4 രൂപത്തിൽ ഹദീസുകൾ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 4 രൂപത്തിൽ ഹദീസ് വന്നിട്ടുണ്ട്. ഒന്നാമത്തേത് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിന്റെ ഹദീസാണ് റളിയല്ലാഹു അൻഹു. തവല്ല അൻ-നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ മറത്തൻ മറ. പ്രവാചകൻ ഓരോരോ തവണ ഓരോരോ അവയവം കഴുകിക്കൊണ്ട് വുളൂ ചെയ്തു. മുഖം കഴുകിയത് 1 തവണ, കൈ കഴുകിയത് 1 തവണ, അങ്ങനെ എല്ലാം ഓരോരോ തവണ ചെയ്തുകൊണ്ട് ആര് വുളൂ ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ഈ ഹദീസ് ഉദ്ധരിച്ചത്? ഇമാം ബുഖാരി 157ാമത്തെ ഹദീസാണ്. ഇമാം ബുഖാരി അതിന് അധ്യായം കൊടുത്തത് എന്താണ്? ബാബുൽ വുളൂഇ മറത്തൻ മറ, ഓരോരോ തവണ വുളൂ ചെയ്യുന്നതിന് അധ്യായം. അതായത് എല്ലാ അവയവവും 1 തവണ കഴുകുക. അത് പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. രണ്ടാമത്തെ രൂപം എന്താണ്? അബ്ദുല്ലാഹ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ അന്ന നബിയ്യ തവല്ലഅ മറത്തൈനി മറത്തൈൻ, എല്ലാ അവയവവും 2 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴുകി. മുഖം 2 തവണ, കൈ 2 തവണ, അങ്ങനെ എല്ലാം പ്രവാചകൻ 2 തവണ കഴുകി. അതും എവിടെയാണ്? സ്വഹീഹുൽ ബുഖാരിയിൽ 158ാമത്തെ ഹദീസ്. നേരത്തെ 157, ഇത് 158. മൂന്നാമത്തേത് വുളൂഇന്റെ എല്ലാ അവയവങ്ങളും 3 തവണ കഴുകൽ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ 159ാമത്തെ ഹദീസ്. 3 ഹദീസ് തുടർച്ചയായിട്ടാണ് ഇമാം ബുഖാരി ഉദ്ധരിച്ചത്. ആദ്യം പറഞ്ഞു 1 തവണ കഴുകൽ, രണ്ടാമത് പറഞ്ഞു 2 തവണ കഴുകൽ, മൂന്നാമത് പറഞ്ഞു 3 തവണ കഴുകൽ. ഈ 3 രൂപവും ആരിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതും എവിടെ, ഏത് കിതാബിലാണ്? സ്വഹീഹുൽ ബുഖാരിയിൽ. സ്വഹീഹുൽ ബുഖാരിയിൽ ആയിരിക്കും അതിന്റെ സിഹത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം വേണ്ട. നാലാമത്തെ രൂപം എന്താണ്? ഞാൻ പറഞ്ഞിരുന്നു പ്രവാചകനിൽ നിന്ന് 4 രൂപമാണ് വന്നത്. 3 രൂപം നമ്മൾ പറഞ്ഞു. നാലാമത്തെ രൂപം എന്താണ്? അബ്ദുല്ലാഹ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ 185ാമത്തെ ഹദീസ്. എന്താണ് ആ ഹദീസ്? അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ ചെയ്യാൻ ആരംഭിച്ചു. വുളൂവിന്റെ തുടക്കത്തിൽ 3 തവണ അദ്ദേഹം കൈ കഴുകി, 3 തവണ അദ്ദേഹം മുഖം കഴുകി, 2 തവണ അതിനുശേഷം കൈ മുട്ടോടുകൂടി കഴുകി. ആദ്യം വുളൂവിന്റെ തുടക്കത്തിൽ 3 തവണ കൈ കഴുകി, 3 തവണ മുഖം കഴുകി, കൈ മുട്ടുവരെ എത്ര തവണ കഴുകി? 2 തവണ. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് ഉലമാക്കൾ ഏത് രൂപമാണ് പറയുന്നത്? ഒരു അവയവം 2 തവണ, ഒരു അവയവം 3 തവണ, ഒരു അവയവം 1 തവണ. അതും ഇസ്ലാം അനുവദിക്കുന്നതാണ്. അതും ഇസ്ലാം അനുവദിക്കുന്നതാണ്. ഒരു വ്യക്തി കൈ കഴുകുമ്പോൾ 1 തവണ കഴുകിയത് കൊണ്ട് മുഖം 1 തവണ തന്നെ ആവണമെന്നില്ല. മനസ്സിലായില്ലേ? ആ രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാക്കുന്നതിൽ തെറ്റില്ല. അതും ഇസ്ലാം അനുവദിക്കുന്ന കാര്യമാണ്. ഒരു വ്യക്തി വുളൂ ചെയ്യുമ്പോൾ അയാൾ കൈ 3 തവണ കഴുകി, മുഖം 3 തവണ കഴുകി, അയാൾ കരുതി കൈ ഞാൻ 1 തവണയെ കഴുകുന്നുള്ളൂ. അതും അയാൾക്ക് അനുവദിക്കപ്പെട്ടതാണ്. അതിന് അസ്ല് എവിടെയാണ്? സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെയാണ്, അബ്ദുല്ലാഹ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ. ഇനി അടുത്തൊരു കാര്യം, പൊതുവെ ഫുഖഹാക്കളിൽപ്പെട്ട പലരും പറയാറുള്ളത് വുളൂഇൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് 1ാമത്തെ കഴുകലാണ് വാജിബ്. വുളൂഇൽ 1ാമത്തെ കഴുകലാണ് വാജിബായിട്ടുള്ളത്. 2ാമത്തേതും 3ാമത്തേതും സുന്നത്താണെന്ന കാര്യത്തിൽ തർക്കമില്ല. എല്ലാ പണ്ഡിതന്മാരും ഏക അഭിപ്രായമാണ്. ഇനി അടുത്തൊരു ചർച്ച, 1 തവണ കഴുകലാണോ 3 തവണ കഴുകലാണോ ഏറ്റവും പുണ്യം? പൊതുവെ ഫുഖഹാക്കൾ പലരും പറയാറുള്ളത്, അല്ലെങ്കിൽ ചില ഫുഖഹാക്കൾ പറഞ്ഞിട്ടുള്ളത് 1 തവണ ഏറ്റവും ചുരുങ്ങിയതാണ്, 3 അതിന്റെ പൂർണ്ണത. പക്ഷെ അല്ലാഹു അലം ഏറ്റവും ശരിയായ അഭിപ്രായം അതല്ല. ഏറ്റവും ശരിയായ അഭിപ്രായം ഒരു മുസ്ലിം ഇടയ്ക്ക് 1 തവണ വുളൂ ചെയ്യുക, ഇടയ്ക്ക് 2 തവണ വുളൂ ചെയ്യുക, ഇടയ്ക്ക് 3 തവണ വുളൂ ചെയ്യുക. അതായത് 3 തവണ കഴുകുക. 3 തവണ വുളൂ എന്ന് പറഞ്ഞാൽ 3 തവണ കഴുകുക. ഇങ്ങനെ വ്യത്യസ്തമായ രൂപങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. എന്തുകൊണ്ടാണ്? നിങ്ങൾക്കറിയാം, ചില ഇബാദത്തുകൾ ഒന്നിലധികം രൂപത്തിൽ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ നിസ്കാരത്തിൽ പറയുന്ന അല്ലാഹുമ്മ ബഅഇദ് ബൈനി വബൈന ഖതായ, ദുആഉൽ ഇസ്തിഫ്താഹ്, ഒന്നിലധികം രൂപത്തിൽ ആര് പഠിപ്പിച്ചിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിമിയ സ്വലാത്ത് ഒന്നിലധികം രൂപത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെ എന്താ പറയാറ്? ഒരിക്കൽ ഇത് ചെയ്യുക, ഒരിക്കൽ ഇന്നത് ചെയ്യുക, അങ്ങനെ മാറി മാറി ചെയ്യാമെന്ന് പറയാറുണ്ടല്ലേ? അങ്ങനെ മാറി മാറി ചെയ്യാമെന്ന് പറയും. അതിനെന്ത് പറയും അറബിയിൽ അല്ലെങ്കിൽ ശരീഅത്തിന്റെ ഭാഷയിൽ? തനവ്വുഉൽ ഇബാദാത്ത്. തനവ്വുഉൽ ഇബാദാത്ത്, ഒരു ഇബാദത്തിന് തന്നെ വ്യത്യസ്ത രൂപങ്ങൾ, ഒരു ഇബാദത്തിന് തന്നെ പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ട വ്യത്യസ്ത രൂപങ്ങൾ.
അതിന്റെ ഗണത്തിലാണ് ഈ ഒരു കാര്യത്തെ പല ഉലമാക്കളും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബഹുമാന്യനായ അധ്യാപകൻ ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈലി ഹഫിളഹുല്ലാഹ് ഈ ഒരു അഭിപ്രായമാണ് തർജീഹ് ചെയ്യുന്നത്. ഷെയ്ഖ് പറയുന്നു, ഏറ്റവും നല്ലത് ഇടയ്ക്ക് ഒരു തവണ വുളൂ ചെയ്യുക, എല്ലാ അവയവവും ഒരു തവണ, ഇടയ്ക്ക് എല്ലാ അവയവവും 2 തവണ, ഇടയ്ക്ക് എല്ലാ അവയവവും 3 തവണ, ഇടയ്ക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് 1 തവണ 1-2 തവണയൊക്കെ ആയിട്ട് ചെയ്യുക. അതാണ് ഏറ്റവും നല്ലത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എല്ലാം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതും എവിടെ? ഷെയ്ഖ് പറയുന്നതാണ്. അതും എവിടെ? സഹീഹുൽ ബുഖാരിയിലാണ് ഇതൊക്കെ സ്ഥിരപ്പെട്ടത്. അതുകൊണ്ട് അതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏത് രൂപവും വേണമെങ്കിൽ ആ വ്യക്തിക്ക് സ്വീകരിക്കാവുന്നതാണ്. മൂന്നിലധികം തവണ കഴുകുന്നതിന്റെ വിധി എന്താണ്? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 3-ലധികം തവണ കഴുകാമോ? അംർ ഇബ്നു ശുഐബ് അദ്ദേഹത്തിന്റെ വാപ്പയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. അങ്ങനെ ചില ഹദീസുകളുണ്ട്. അൻ അംർ ഇബ്നു ശുഐബ് അൻ അബീഹി അൻ ജദ്ദി, ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വാപ്പയിൽ നിന്ന്, അദ്ദേഹത്തിന്റെ വാപ്പയിൽ നിന്ന് അങ്ങനെ ഉദ്ധരിക്കുന്ന ഹദീസുകൾ ചിലതുണ്ട്. അദ്ദേഹം പറയുന്നു, ജാഅ അഅറാബിയ്യുൻ ഇലാ റസൂലില്ലാഹ്, ഒരു വ്യക്തി അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, പ്രവാചകനെ എനിക്ക് വുളൂ പഠിപ്പിച്ചു തരണം. എങ്ങനെയാണ് വുളൂ ചെയ്യേണ്ടത്? ഫഅറാഹുൽ വുളൂഅ സലാസൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂഇന്റെ അവയവങ്ങൾ 3 തവണ കഴുകിക്കൊണ്ട് വുളൂ പഠിപ്പിച്ചു കൊടുത്തു. സുമ്മ ഖാൽ, എന്നിട്ട് പറഞ്ഞു, ഹാകദൽ വുളൂ, ഇങ്ങനെ നീ വുളൂ ചെയ്യുക. ഫമൻ സാദ അലാ ഹാദാ, ആരെങ്കിലും 3-ലധികം തവണ അധികരിപ്പിക്കുകയാണെങ്കിൽ ഫഖദ് അസാഅ വതഅദ്ദ വളലം, അവൻ മോശമായ കാര്യം ചെയ്തവനാണ്, അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന പരിധി വിട്ടവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അബൂദാവൂദും ഇമാം നസായിയും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അതുകൊണ്ട് 3 വരെ നമുക്ക് അനുവദിക്കപ്പെട്ടതാണ്. 3-ന് ശേഷം ചെയ്യുക എന്നുള്ളത് ഇസ്ലാം വിലക്കിയതാണ്. അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാ പറഞ്ഞു, ലാ ആമനു ഇദാ സാദ അല الثلاث ഫിൽ വുളൂഇ അൻ യഅ്സം, 3-ലധികം ഒരു വ്യക്തി ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് കുറ്റം കിട്ടുമോ എന്ന് ഞാൻ പേടിക്കുകയാണ്, അയാൾ പാപിയാകുമോ എന്നാണ് ഞാൻ പേടിക്കുന്നത് എന്ന് അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ഈ ഒരു ഹദീസ് ചിന്തിച്ചാൽ പല ആൾക്കാർക്കും ഇന്ന് വസ്വാസ് ഒഴിവാക്കാൻ പറ്റും. ഇന്ന് പല ആൾക്കാർക്കും കഴുകിയോ എന്ന് പറയുന്ന സംശയമാണ്. എനിക്കറിയുന്ന ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിന് എന്ത് ചെയ്താലും സംശയമാണ്. അങ്ങനെ ദീനിന്റെ കാര്യങ്ങൾ അദ്ദേഹം സംശയിച്ച് അവസാനം ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോയി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇനി നിസ്കരിക്കുമ്പോഴൊക്കെ വീഡിയോ വെച്ച് നിസ്കരിക്കുക, നിസ്കാരത്തിന് ശേഷം സംശയിച്ചാൽ എടുത്തു നോക്കും. അങ്ങനെ വസ്വാസായി. അങ്ങനെ പല ആൾക്കാരുമുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു മാർഗം നമ്മളിൽ നടച്ചു. പ്രവാചകൻ എന്ന് പറഞ്ഞു, 3-ലധികം തവണ നിങ്ങൾ കഴുകാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 3 തവണ നമ്മൾ ചെയ്യുക. എന്നാൽ ഒരു വ്യക്തി 3-ലധികം തവണ വുളൂ ചെയ്തെന്ന് സങ്കല്പിക്കുക, ആ വുളൂ ബാത്തിലാണോ? ആ വുളൂ ബാത്തിലാകോ? ഇമാം നവവി റഹിമഹുല്ലാ പറഞ്ഞു, ഇദാ സാദ അല الثلاث ഫഖദ് ഇർതകബൽ മക്റൂഹ്, ആരെങ്കിലും 3-ലധികം തവണ ചെയ്യുകയാണെങ്കിൽ അവൻ മക്റൂഹായ, ഇസ്ലാം വെറുക്കുന്ന ഒരു കാര്യമാണ് ചെയ്തത്. വലാ യുബ്തിലു വുളൂഅഹു, അവന്റെ വുളൂ ബാത്തിലാവുകയില്ല എന്ന് ഇമാം നവവി അദ്ദേഹത്തിന്റെ അൽ മജ്മൂഇൽ പറഞ്ഞതായി കാണാം. അപ്പൊ 3-ലധികം തവണ ഒരു വ്യക്തി ചെയ്താൽ വുളൂ ബാത്തിലാവുകയില്ല. പക്ഷേ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് പറഞ്ഞതുപോലെ ഒരു പക്ഷേ അദ്ദേഹം അള്ളാഹുവിനരികിൽ കുറ്റക്കാരനാവാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ 3-ലധികം തവണ നമ്മൾ ചെയ്യാതിരിക്കുക. ചില പണ്ഡിതന്മാർ വുളൂ ബാത്തിലാകുമെന്ന് പറയുന്നുണ്ട്. അവർക്ക് ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മജ്മൂഇൽ മറുപടി പറയുന്നതായും നമുക്ക് കാണാൻ സാധിക്കും. ഉള്ളത് മനസ്സിലായില്ലേ? വുളൂവിന്റെ എത്ര തവണ കഴുകണം, അതുപോലെ തന്നെ 3-ലധികം തവണ കഴുകുന്നതിന്റെ വിധി, അതൊക്കെ അൽഹംദുലില്ലാഹ് നമ്മൾ പറഞ്ഞു. അടുത്തതായി ആ ഹദീസിൽ വന്നിരിക്കുന്ന മസ്അല എന്താണ്? ഖാല ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വുളൂ വിശേഷിപ്പിക്കുന്ന ഹുംറാൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, വയദൈഹി ഇലൽ മിർഫഖൈനി സലാസൻ, മുഖത്തിന് ശേഷം എന്താണ് ചെയ്തത്? അദ്ദേഹത്തിന്റെ 2 കൈകളും മുട്ടോട് കൂടി എത്ര തവണ കഴുകി? 3 തവണ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അതുപോലെ തന്നെ കട്ടിമീശ വെക്കാൻ പാടില്ല, അത് 1ാമത്തെ കാര്യം. അത് വെള്ളെത്തിക്കണം. തയ്യിബ്, ബറകല്ലാഹു ഫീക്കും. അപ്പൊ നമ്മൾ പറഞ്ഞത് വുളൂഇൽ കൈ കഴുകുന്ന സമയത്ത് മുട്ടോട് കൂടി എന്ത് ചെയ്യണം? കൈ കഴുകണം. അത് വുളൂഇന്റെ നിർബന്ധമായ ഒരു കാര്യമാണ്. ആരെങ്കിലും അവരുടെ വുളൂഇൽ കൈ കഴുകിയിട്ടില്ല എങ്കിൽ വുളൂ ബാത്തിലാണ്. അതിനെന്താണ് തെളിവ്? സൂറത്തുൽ മാഇദയിലെ ആയത്ത് തന്നെ, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖ്.
നിങ്ങൾ നിസ്കാരത്തിന് വേണ്ടി തയ്യാറായി വുളൂ ചെയ്യുമ്പോൾ കൈ മുട്ടോടുകൂടി കഴുകുക എന്ന് ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അത് നിസ്കാരത്തിന്റെ വാജിബായ കാര്യമാണ്. സൂറത്തുൽ മാഇദയിലെ 6-ാമത്തെ വചനം. അതുപോലെ തന്നെ ഇമാം ഷാഫിഈ, ഇമാം തബരി, ഇമാം ഇബ്നു ഹസ്ം തുടങ്ങിയ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നാമതായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം സഹോദരങ്ങളെ, വുളൂഇൽ കൈ കഴുകുക എന്ന് പറയുന്നത് എവിടെ വരെയാണ് കഴുകേണ്ടത്? കൈ മുട്ടടക്കമാണ് നമ്മൾ കഴുകേണ്ടത്. കൈ മുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ ഈ കൈന്റെ മുട്ടിന്റെ എല്ലിന്റെ അവസാന ഭാഗമുണ്ട്, അതുവരെ നമ്മൾ നിർബന്ധമായും കഴുകണം. ചില ആൾക്കാർ പെട്ടെന്ന് കൈ കയറ്റി ഇതുവരെ കഴുകും. ആ മുട്ട് നനയുക എന്നതല്ല ഉദ്ദേശം, മറിച്ച് മുട്ട് പൂർണ്ണമായിട്ടും കഴുകണം. അതാണ് ഏകദേശം എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിരിക്കുന്നത്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പറഞ്ഞു, ലാ അഅലമു മുഖാലിഫൻ ഫീ അന്നൽ മറാഫിഖ മിമ്മാ തുഗ്സൽ. ഇത് കഴുകേണ്ടതാണ്, കൈ മുട്ട് പൂർണ്ണമായും കഴുകേണ്ടതാണ് എന്ന വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുള്ളതായി എനിക്കറിയില്ല എന്ന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വുളൂഇൽ കൈ കഴുകുമ്പോൾ വിരല് മുതൽ കൈ മുട്ട് വരെ നിർബന്ധമായും കഴുകണം. ഇത് ഞാൻ കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചിരുന്നു. ചില സഹോദരങ്ങൾ വുളൂഇന്റെ തുടക്കത്തിൽ കൈ കഴുകിയതുകൊണ്ട് മുഖത്തിന് ശേഷം കൈ കഴുകുമ്പോൾ എന്താക്കാം, പ്രത്യേകിച്ച് ഹൗദിൽ നിന്നാണ് വുളൂ ചെയ്യുന്നതെങ്കിൽ വെള്ളം കയ്യിലെടുക്കും, ഇങ്ങനെ ഒഴിക്കും. ഈ സമയത്ത് അദ്ദേഹം ഇങ്ങനെ ഉരച്ചു കഴുകും, ഇവിടെ കഴുകുകയില്ല. അങ്ങനെ ഒരു വ്യക്തി ചെയ്യുകയാണെങ്കിൽ വുളൂ ബാത്തിലാണ്. അങ്ങനെ ഒരു വ്യക്തി ചെയ്താൽ വുളൂ ബാത്തിലാണ്. കാരണം വുളൂഇന്റെ തുടക്കത്തിൽ നമ്മൾ കഴുകിയ കഴി അത് സുന്നത്തായ കഴുകലാണ്. വുളൂഇൽ മുഖത്തിന് ശേഷം നമ്മൾ കഴുകുന്നത് റുക്നാണ്. അതൊരു വ്യക്തി നല്ല രീതിയിൽ ചെയ്തിട്ടില്ല എങ്കിൽ ആ വ്യക്തിയുടെ വുളൂ ബാത്തിലാണ്. ആ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയില്ല എന്ന് ഇമാം ഷാഫിഈ അദ്ദേഹത്തിന്റെ അൽ ഉമ്മിൽ സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാം. ഇപ്പൊ നമ്മൾ പറഞ്ഞത് സഹോദരങ്ങളെ ബറക്കല്ലാഹു ഫീക്കും, വുളൂഇൽ കൈ കഴുകുന്ന സമയത്ത് കൈമുട്ട് നിർബന്ധമായും നമ്മൾ കഴുകേണ്ടതാണ്. കൈമുട്ട് നിർബന്ധമായും കഴുകേണ്ടതാണ്. സുഫർ ഇബ്നു ഖൈസ് അൽ അംബരിയിൽ നിന്ന് ചില അഭിപ്രായ വ്യത്യാസം സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് ശരിയല്ല. ഇമാം ഷാഫിഈ പറയുന്നത് പോലെ ആ വിഷയത്തിൽ പരിഗണിക്കപ്പെടുന്ന ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. അതുകൊണ്ട് നമ്മൾ വുളൂ ചെയ്യുമ്പോൾ ആ വിഷയത്തിൽ ശ്രദ്ധ പുലർത്തണം. പ്രത്യേകിച്ച് ചിലപ്പോൾ ടൈറ്റുള്ള കൈയൊക്കെയാണ് ചില ആൾക്കാർ ധരിച്ചതെങ്കിൽ അവർ കഴിയുന്നത്ര ഇവിടെ വരെ ഉയർത്തിയിട്ടൊക്കെ ഇവിടെ കുറച്ചു ഭാഗം മാത്രം കഴുകും. അത് കഴുകിയാൽ പോരാ, മറിച്ച് ഈ കൈമുട്ട് എന്ന് പറയുന്നത് മൊത്തത്തിൽ നമ്മൾ നിർബന്ധമായും കഴുകുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയതാണ്. അതൊരു വ്യക്തി ചെയ്യുന്നില്ല എങ്കിൽ അവന്റെ വുളൂ ബാത്തിലാണ്. അതുപോലെ തന്നെ ബറക്കല്ലാഹു ഫീക്കും, ചില ആൾക്കാർക്ക് മാത്രം വരുന്നൊരു മസ്അല, 5-ലധികം വിരൽ ഒരാൾക്കുണ്ടെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വിരൽ കഴുകുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അത് 4 മദ്ഹബിലും ഏക അഭിപ്രായമാണ്. അതുപോലെ തന്നെ കൈ നമ്മൾ കഴുകുന്ന സമയത്ത് കൈ മുട്ടുവരെ കഴുകണമെന്ന് പറഞ്ഞു. ഈ കഴുകുന്ന സമയത്ത് അത് ദൽക്ക് ചെയ്യുക എന്നുള്ളത് സുന്നത്താണ്. എന്താണ് ദൽക്ക് എന്ന് പറഞ്ഞാൽ? ഇമ്റാറുൽ യദി അലൽ ഉളുവി. നമ്മളിവിടെ കൈ കൊണ്ട് ഒരു വ്യക്തി ഇങ്ങനെ കൈ ഇവിടെ വരെ കയറ്റി വെച്ച് ഒരു പാട്ട കൊണ്ട് വെള്ളം ഒഴിച്ചാൽ വുളൂ ശരിയാകും, അല്ലെങ്കിൽ എവിടെയെങ്കിലും മുക്കിയാൽ വുളൂ ശരിയാകും നിയത്തുണ്ടായാൽ. പക്ഷേ അവിടെ ഒരയ്ക്കുക എന്നുള്ളത്, നമ്മുടെ കൈകൊണ്ട് എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒരച്ചു കൊടുക്കുക എന്നുള്ളത് വുളൂഇന്റെ സുന്നത്തായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. അത് വാജിബല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല കൈ കഴുകാൻ വേണ്ടി നമ്മോട് പറഞ്ഞിട്ടുള്ളൂ. വഗ്സിലു ഐദിയക്കും എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ ഉരക്കാനും തേക്കാനൊന്നും ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. പക്ഷേ അത് ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ചില അഭിപ്രായം ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പറയാം. അതുപോലെ തന്നെ കൈ കഴുകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വിരലുകൾക്കിടയിൽ തഹ്ലീൽ ചെയ്യണം. എന്താണ് തഹ്ലീൽ എന്ന് പറഞ്ഞാൽ? ഇടകോർത്ത് നമ്മൾ കഴുകാൻ വേണ്ടി പരിശ്രമിക്കുക. വിരലുകൾക്കിടയിൽ ഇടകോർത്ത് നമ്മൾ കഴുകാൻ വേണ്ടി പരിശ്രമിക്കുക. എന്താണ് അതിന്റെ വിധി? ചില ആൾക്കാരുടെ വിരലുകൾ പരസ്പരം ചേർന്നതായിരിക്കും. നിങ്ങൾ ചിലർ കണ്ടിട്ടുണ്ടാകും. അവരുടെ പ്രകൃതി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് തന്നെ ചിലപ്പോൾ അടുത്തടുത്ത വിരലുകളായിട്ടായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ അതിനിടയിൽ വെള്ളം എത്തിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതിനിടയിൽ വെള്ളം എത്തിക്കാൻ സാധിക്കുമെങ്കിൽ വെള്ളം എത്തിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. കാരണം ചില ആൾക്കാർക്ക് ഒരു വിരൽ അതിന്റെ ഇടയിൽ പ്രവേശിപ്പിച്ചാലല്ല അത് വെള്ളം എത്തുകയില്ല. അങ്ങനെയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം തഹ്ലീൽ ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. ഇനി അതല്ലാത്തൊരു വ്യക്തി, ഒരു സാധാരണക്കാരൻ, അയാളെ സംബന്ധിച്ചിടത്തോളം വുളൂ ചെയ്യുമ്പോൾ തന്നെ ഇവിടെയൊക്കെ വെള്ളം എത്തും. അങ്ങനെയാണെങ്കിൽ വിരൽ ഇടകോർത്ത് കഴുകുക എന്നുള്ളത് സുന്നത്താണ്, വാജിബല്ല. വാജിബാവുക ആർക്കാണ്? അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ വെള്ളം പ്രവേശിക്കാത്ത അവസ്ഥയുള്ള വ്യക്തികൾക്കാണ് അത് വാജിബാവുക.
അല്ല, ആ കഴുകലല്ല, ഇത് രണ്ടാമത്തെ കഴുകലാണ്. ആ കഴുകൽ സുന്നത്താണ്. വുളൂഇന്റെ തുടക്കത്തിൽ നമ്മൾ കൈ കഴുകുന്നത് സുന്നത്താണ്. ആ സമയം അങ്ങനെ ചെയ്യണം. ആ സമയം അങ്ങനെ ചെയ്യലും സുന്നത്താണ്. അതിന്റെ തെളിവ് എന്താണ്? ലഖീത്ത് ബിൻ സബിറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്ന് പറഞ്ഞു, അഖ്ബിർനി അനിൽ വുളൂ, പ്രവാചകരെ എനിക്ക് വുളൂ പഠിപ്പിച്ചു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അസ്ബിഗൽ വുളൂ, വുളൂ നല്ല രീതിയിൽ ചെയ്യുക, വഖല്ലിൽ ബൈനൽ അസാബിഅ, വഖല്ലിൽ ബൈനൽ അസാബിഅ, വിരലുകൾക്കിടയിൽ ഇടകോർത്ത് കഴുകുക എന്നാര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അബൂ ദാവൂദും ഇമാം തിർമിദിയും ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. ഇമാം ഇബ്നുൽ ഖത്താനും ഇബ്നു ഹജറും ഷെയ്ഖ് അൽബാനിയും ആ ഹദീസ് സ്വീകാര്യമാണെന്ന് പറയുന്നുണ്ട്. ലഖീത്ത് ബിൻ സബിറയോട് പ്രവാചകൻ വിരലുകൾ ഇടകോർത്ത് കഴുകാൻ വേണ്ടി പറഞ്ഞ സംഭവം സഹീഹാണെന്ന് ഇബ്നു ഹജറും ഇബ്നുൽ ഖത്താനും ഒക്കെ പറയുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ചോദിച്ച വിഷയം, മോതിരം ധരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത്? മോതിരം ധരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത്? ആദ്യമായിട്ട് ബറക്കല്ലാഹു ഫീക്കും, കട്ടിയുള്ള ടൈറ്റായ മോതിരമാണെങ്കിൽ അത് മാറ്റി വുളൂ ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. വെള്ളം എത്താൻ വേണ്ടി തടസ്സപ്പെടുത്തുന്ന, കാരണം ചില ആൾക്കാർ ടൈറ്റുള്ള മോതിരം ധരിക്കും. അങ്ങനെയുള്ള മോതിരമാണെങ്കിൽ അത് നീക്കിക്കൊണ്ട് അകത്ത് വെള്ളം പ്രവേശിപ്പിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ ആരെങ്കിലും ടൈറ്റുള്ള മോതിരം ധരിച്ചുകൊണ്ട് വുളൂ ചെയ്യുന്നത് കണ്ടാൽ, വുളൂ ചെയ്തതിന് ശേഷമാണെങ്കിൽ പോലും അദ്ദേഹത്തോട് വുളൂ മാറ്റിയെടുക്കാൻ പറയുന്നതായി ഇമാം ഇബ്നു റജബ് അൽ ഹംബലി അദ്ദേഹത്തിന്റെ ഫതഹുൽ ബാരിയിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം അഹ്മദിന്റെ കാലത്ത് ആരെങ്കിലും ടൈറ്റുള്ള മോതിരം ധരിച്ച് വുളൂ ചെയ്താൽ ഇമാം അഹ്മദ് അത് കണ്ടാൽ അദ്ദേഹത്തോട് വുളൂ മാറ്റിയെടുക്കാൻ വേണ്ടി പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് ആ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. മോതിരം ധരിക്കുന്നവരാണെങ്കിൽ അത് ഊരിയതിനു ശേഷം വുളൂ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ ബാറക്കല്ലാഹു ഫീക്കും, ചില സഹോദരങ്ങൾക്ക് വരുന്ന സംശയമാണ്, നമ്മുടെ കയ്യിൽ മഷിയായി, ഇപ്പൊ പേന കൊണ്ടോ അതുപോലെ എന്തെങ്കിലും ഇങ്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കയ്യിൽ മഷിയായി, അങ്ങനെയാണെങ്കിൽ അവിടെ വുളൂ ചെയ്താൽ ശരിയാവുമോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ അവയവത്തിൽ വെള്ളം തടയുന്ന വസ്തുക്കളുമുണ്ട്, തടയാത്ത വസ്തുക്കളുമുണ്ട്. അതിന് ഉലമാക്കൾ നൽകുന്ന ഒരു വിശദീകരണം എന്താണ്? നമുക്ക് ചില വസ്തുക്കൾ ശരീരത്തിൽ ബാധിച്ചാൽ അല്ലെങ്കിൽ ശരീരത്തിൽ നിന്നാൽ അത് പൊളിച്ചു കളയാൻ പറ്റും, അതിന് തടിപ്പുണ്ടാകും. അങ്ങനെയുള്ള വസ്തുക്കളാണെങ്കിൽ അത് വെള്ളം കയറുന്നതിനെ തടയും. ഏതുപോലെ പെയിന്റ് നമ്മുടെ ശരീരത്തിലായാൽ അത് നമുക്ക് ഇങ്ങനെ പറിച്ചു കളയാൻ പറ്റും, അല്ലെ? അത് പറിച്ചു കളയാൻ പറ്റും, അത് മാഞ്ഞു പോവുകയില്ല. സാധാരണ പറിച്ചു കളയാൻ നമുക്ക് ലഭിക്കുന്ന ഒരു വസ്തുവാണ്. അതുപോലെ തന്നെ ക്യൂടെക്സ്, ചില പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന ക്യൂടെക്സ്, അതും ഇത്തരത്തിൽ ശരീരത്തിലായാൽ അത് പറിച്ചു കളയാൻ പറ്റും, പൊളിഞ്ഞു പോകുന്ന വസ്തുക്കളാണ്. അങ്ങനെയുള്ള വസ്തുക്കളാണെങ്കിൽ അത് അകത്തേക്ക് വെള്ളം പ്രവേശിക്കുകയില്ല, വുളൂ സഹീഹാവുകയില്ല. അതല്ലാതെ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന പേനകൾ, സാധാരണ പെൻ, അതുകൊണ്ട് മഷിയാവുകയാണെങ്കിൽ അതിന് തടിപ്പില്ല, അതിൽ വെള്ളം പ്രവേശിക്കുന്നതാണ്. അതിൽ തടിപ്പില്ലാത്തത് കൊണ്ട് തന്നെ അത് വെള്ളത്തിന്റെ തടസ്സമല്ല. ഷെയ്ഖ് അബ്ദുൽ കരീം അൽ ഖുദൈർ ഹഫിളഹുല്ലാ അദ്ദേഹത്തോട് ഈ വിഷയം ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാധാരണ പേനയുടെ മഷിയാണെങ്കിൽ അത് വുളൂഇന് തടസ്സം നിൽക്കുന്ന കാര്യമല്ല. എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞു, ചില പേനകളുണ്ട്, ഞാനത് കണ്ടിട്ടില്ല, ഷെയ്ഖ് പറഞ്ഞു ചൈനയിൽ നിന്നൊക്കെ ഇറങ്ങുന്ന ചില പേനകളുണ്ട്, അതുകൊണ്ട് എഴുതുകയാണെങ്കിൽ അതിന് തടിപ്പുണ്ടാകും, അത് യാതൊരു കാരണവശാലും വെള്ളം പ്രവേശിക്കുകയില്ല, അതാണെങ്കിൽ അത് നീക്കിക്കളയണം, പെയിന്റ് പോലെ അത് നീക്കിക്കളയണം. അതല്ലാതെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പേനകളാണെങ്കിൽ അതൊരിക്കലും വെള്ളത്തിന് തടസ്സം നിൽക്കുന്ന കാര്യമല്ല. മനസ്സിലായില്ലേ? ഇതാണ് കയ്യിൽ മഷിയൊക്കെ ആയാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മുടെ സമയമായി, വേറെയും ചില വിഷയങ്ങൾ ഞാൻ നോക്കി വെച്ചിരുന്നു. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. രണ്ട് പ്രധാനപ്പെട്ട റുക്കിനുകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തേത് മുഖം കഴുകലും, മറ്റൊന്ന് നമ്മുടെ കൈ മുട്ടോടുകൂടി കഴുകലും. ഇനിയൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നേരത്തെ ചോദിച്ച മീശയുമായി ബന്ധപ്പെട്ട കാര്യം, ഷാഫിഈ മദ്ഹബിലെ ഉലമാക്കൾ ആ വിഷയത്തിൽ വിശദീകരിക്കുന്നത്, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, മീശയുടെ അകത്ത് വെള്ളം എത്തിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. മീശയുടെ അകത്ത് വെള്ളം എത്തിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതിന് ഇമാം നവവി പറയുന്ന കാരണം എന്താണ്? മീശയുടെ അകത്ത് വെള്ളം എത്തിക്കുക എന്നുള്ളത് എളുപ്പമുള്ള പ്രവർത്തനമാണ്. വളരെ ചെറിയൊരു സ്ഥലമായതുകൊണ്ട് തന്നെ എളുപ്പമുള്ള കാര്യമാണ്. മാത്രമല്ല മീശ കട്ടിയിൽ വെക്കുന്ന ആൾക്കാർ കുറവാണ്. ശരിയായിട്ട് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ മീശ കട്ടിയിൽ വെക്കുന്ന ആൾക്കാർ കുറവാണ് എന്ന് ഇമാം ഷാഫിഈ മദ്ഹബിൽ വിശദീകരണം നമുക്ക് കാണാം. ഹംബലി മദ്ഹബിലെ അല്ലെങ്കിൽ വേറെ ചില പണ്ഡിതന്മാർ പറയുന്നു അത് താടി പോലെ തന്നെയാണ്, കട്ടിയുണ്ടെങ്കിൽ മുകളിൽ മാത്രം കഴുകിയാൽ മതി എന്ന് പറയുന്നു. പക്ഷേ ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് അല്ലാഹു അലം, ഷാഫിഈ മദ്ഹബ് പറയുന്നത് പോലെ അതിന്റെ അകത്ത് വെള്ളം പ്രവേശിപ്പിക്കണം, അതിന്റെ അകത്ത് നമ്മൾ വെള്ളം പ്രവേശിപ്പിക്കണം. മനസ്സിലായില്ലേ?
ഈ പറയപ്പെട്ട മസ്അലകൾ നമ്മൾ നല്ല രീതിയിൽ പഠിക്കുക. അൽഹംദുലില്ലാ, ഈ ഒരു ദർസിന് നിങ്ങൾ വരുമ്പോൾ പഠിച്ചതുപോലെ അടുത്ത ആഴ്ച വരുമ്പോഴേക്കും ഈ പറയുന്ന കാര്യങ്ങൾ പഠിക്കുക. അടുത്ത ദർസോടുകൂടി വുളൂഉമായി ബന്ധപ്പെട്ട അഹ്കാമുകൾ നമുക്ക് തീരും. അതിനുശേഷം റമദാൻ കഴിയുന്നതിന് മുമ്പായി നിസ്കാരവും നമ്മൾക്ക് പൂർത്തീകരിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തെളിവോടുകൂടി കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനമായി ഒരു കാര്യം പറയാനുള്ളത്, ഒരു നസീഹത്ത് എന്ന രൂപത്തിൽ, പലപ്പോഴും ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കും അനുഭവം ഉണ്ടാകും, കുടുംബത്തിലും അല്ലാതെയുമൊക്കെ ധാരാളം മരണവാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, എല്ലാവരും. അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ തയ്യാറാവുക. ഏത് സമയത്താണ് നമുക്ക് മരണം അല്ലാഹു വിധിച്ചത് എന്ന് നമുക്കറിയില്ല. അപ്പൊ ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവുക. ഇന്ന് പലരെയും സംബന്ധിച്ചിടത്തോളം അനാവശ്യമായ സംസാരങ്ങൾ, അനാവശ്യമായ തർക്കങ്ങൾ, അതുപോലെ തന്നെ പണ്ഡിതന്മാരെ കുറ്റം പറയൽ, പണ്ഡിതന്മാരുടെ പേര് പറഞ്ഞ് ഭിന്നിച്ചു നടക്കൽ, ഇതൊന്നും അഹ്ലുസുന്നക്ക് അല്ലെങ്കിൽ ഇസ്ലാമിൽ പരിചയമുള്ള കാര്യമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചിരിക്കുന്ന ഒരു ആയുസ്സുണ്ട്. അതൊരു പക്ഷെ ഇന്നായിരിക്കാം, അല്ലെങ്കിൽ നാളെ ആയിരിക്കാം, എപ്പോഴാണ് നമുക്കറിയില്ല. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമേ അല്ല ഇത്. പക്ഷേ അതിന്റെ ഗൗരവം കൊണ്ട് പറയുന്നതാണ്. ഞാനും നിങ്ങളും അടങ്ങുന്ന ഇന്ന് പല ആൾക്കാരും മരണത്തെ സംബന്ധിച്ചൊരു ബോധമില്ല, മരണത്തെ സംബന്ധിച്ചൊരു ചിന്തയില്ല. ഇന്നലെ ഒരു സഹോദരന്റെ അനുഭവം കേട്ടു. ആ സഹോദരന്റെ കുട്ടിക്കൊരു അസുഖമായി. ആ കുട്ടിയെ കാണിക്കാൻ ഹോസ്പിറ്റലിലേക്ക് പോയി. കുട്ടിക്ക് ഓപ്പറേഷൻ ചെയ്തു. ആ കുട്ടിയുടെ ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ് ഡിസ്ചാർജ് ആവാൻ വേണ്ടി പോകുമ്പോൾ ഈ ഉപ്പ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു. ആ ഉപ്പാക്ക് ഒരു അസുഖവും ഇല്ല, നേരെ മറിച്ച് കുട്ടിക്കാണ് അസുഖം. കുട്ടി അൽഹംദുലില്ലാഹ് ഇപ്പോൾ നല്ല രീതിയിൽ ജീവിക്കുന്നു. ഉപ്പ മരണപ്പെട്ടു. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം. എപ്പോഴാണ് നമുക്ക് എങ്ങനെയാണ് ബാധിക്കുക എന്നറിയില്ല. അതുകൊണ്ട് ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഏത് സമയത്തും നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. അതുകൊണ്ട് ഇബാദത്തുകളിൽ മുന്നേറുക, ദിക്റുകൾ എപ്പോഴും ജീവിതത്തിൽ മുറുകെ പിടിക്കുക, സത്യസന്ധമായി ദീന് പഠിക്കുക. ആരോടും വഴക്കിനോ കുഴപ്പത്തിനോ ഒന്നും നമ്മൾ പോവരുത്. നല്ല രീതിയിൽ നല്ല മുഅ്മിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന സച്ചരിതരായ അടിമകളായി നമ്മൾ ജീവിതം മുന്നോട്ടേക്ക് നയിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മരണം നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൻഹജിൽ മുന്നോട്ടേക്ക് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. യാതൊരു കാരണവശാലും അനാവശ്യമായ തർക്കങ്ങളിലോ പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ സഹോദരങ്ങളെ ദുനിയവിയായ വിഷയത്തിൽ ബന്ധം വിച്ഛേദിക്കാനോ ഒന്നിനും നമ്മൾ സഹോദരങ്ങളെ തയ്യാറാവരുത്. അതുപോലെ തന്നെയാണ് ഇന്ന് ചില യുവാക്കൾക്ക് ദീനിന്റെ പേരിൽ ബാധിച്ചിരിക്കുന്ന ഫിത്ന, ശൈഖന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് ബന്ധം വിച്ഛേദിക്കുക. ഇതൊന്നും ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങളാണ്. ഒരു വ്യക്തിയെ ബന്ധം വിച്ഛേദിക്കുന്നെങ്കിൽ അള്ളാഹു വെറുക്കുന്ന കാര്യം അയാൾ ചെയ്യണം. അള്ളാഹു വെറുക്കുന്ന ഒരു കാര്യം അയാൾ ചെയ്താൽ അയാൾ നമ്മൾ ഒഴിവാക്കണം. അതല്ലാതെ ഇന്ന ശൈഖിനെ അംഗീകരിക്കുന്നില്ല, ഇന്ന ശൈഖിനെ അംഗീകരിക്കുന്നു. എനിക്ക് പോലും അനുഭവമുണ്ട്. ഒരു വ്യക്തി എന്നോട് ചോദിച്ചു, ഇന്ന ശൈഖിന്റെ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ പറഞ്ഞു, അള്ളാഹു അല എനിക്കറിയില്ല. പറഞ്ഞു, നിങ്ങൾ എന്താ നിലപാടെടുക്കാത്തത്? നിങ്ങൾ എന്തായാലും നിലപാട് പറയണം. ഇതേത് ദീനാണ് സഹോദരങ്ങളെ? ഇവിടെയും പല തലശ്ശേരിയിൽ പോലും ഇത്തരത്തിൽ പല അഭിപ്രായങ്ങളും പലരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും അള്ളാഹു വാജിബാക്കിയ ഇൽമല്ലാലും പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ തർക്കങ്ങൾ? ഒരു ദിവസം നമ്മൾ മരിക്കും. ഈ പറയുന്ന ഓരോരോ വാക്കിനും അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹു ചോദിക്കും, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഓരോന്നും അള്ളാഹു ചോദിക്കും. മറുപടി ഉണ്ടോ? ഒരു സഹോദരനെ പറ്റി ഓൻ തെറ്റിലാണ്, ഓൻ കുറ്റത്തിലാണ്, ഓൻ മോശമാണ് പറയുമ്പോൾ മറുപടി ഉണ്ടോ? പറയാം. അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയാൻ തയ്യാറാണെങ്കിൽ. അതല്ല എങ്കിൽ ദുനിയാവിൽ ഒരാളോട് തർക്കിക്കാനോ ഒരാളെ ജയിക്കാനോ എളുപ്പമാണ്. പക്ഷേ അള്ളാഹുവിന്റെ മുമ്പിലെത്തിയാൽ അതിന്റെ വിചാരണ കഠിനമാണെന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാവുക. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളോട് പറയാനുള്ളത്, അള്ളാഹു നമ്മോട് ചോദിക്കുന്ന ഉബൂദിയത്തുമായി ബന്ധപ്പെട്ട് എപ്പോഴും നമ്മുടെ ജീവിതത്തെ മുഴുക്കുക. ആഖിറത്തിലെത്തിയാൽ ഒരു കാരണവശാലും ഇന്ന ശൈഖിനെ പറ്റി എന്താ അഭിപ്രായം, ഇന്ന ആളെ പറ്റി എന്താ അഭിപ്രായം അള്ളാഹു നമ്മോട് ചോദിക്കൂല. നമ്മളോട് ചോദിക്കുക എന്താ? നിനക്ക് അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന ഉബൂദിയത്തിൽ നിസ്കാരം, നോമ്പ്, സകാത്ത് എന്ത് നിനക്കറിഞ്ഞു? നീ എന്താണ് പഠിച്ചത്? എന്ത് ഇബാദത്ത് നീ ചെയ്തു? എത്ര ദിക്റുകൾ നീ ചൊല്ലി? എത്ര സദഖ നീ കൊടുത്തു? ഇതൊക്കെയാണ് അള്ളാഹുവിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് ആ വിഷയത്തിൽ മുന്നേറുക, അനാവശ്യമായ കാര്യങ്ങൾ വർജിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.